അപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചത്, സൂര്യൻ ആകാശമധ്യത്തിൽ നിന്ന് തെറ്റിയത് മുതൽ രാത്രി ഇരുട്ടുന്നത് വരെ നീ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുക എന്ന് ഇവരർത്ഥം എഴുതിയതിനെ കുറിച്ചാണ്. സൂര്യൻ ആകാശമധ്യത്തിൽ നിന്ന് തെറ്റിയത് എന്ന് ഇവർ ബ്രാക്കറ്റിൽ കൊടുത്തതാണ്. ആകാശമധ്യത്തിൽ എന്ന് അതിൽ വാക്കില്ല എന്നുള്ളത് ഇവർക്കറിയാം. മാത്രമല്ല, തെറ്റിയത് മുതൽ എന്നുള്ളതിന് മിന എന്നാ പറയാം. പക്ഷെ ഇവിടെ അഖിമി സലാത്ത ലി ദുലൂക്കി എന്നാണ്. ലി ദുലൂക്കി എന്ന് പറഞ്ഞാൽ തെറ്റിയത് മുതൽ എന്നർത്ഥമില്ല. സൂര്യനെ തിരിക്കുന്നതിന് വേണ്ടി ലി എന്ന് പറഞ്ഞാൽ നമ്മൾ വിശദീകരിച്ചു. ലി എന്ന് പറഞ്ഞാൽ വേണ്ടി എന്നാണ്. പക്ഷേ ഇവിടുത്തെ നവോത്ഥാന നായകരെന്ന് പറയുന്ന ആളുകളുടെ പരിഭാഷയിൽ വരെ എഴുതിയത് സൂര്യൻ ആകാശമധ്യത്തിൽ നിന്ന് തെറ്റിയത് മുതൽ എന്നാണ്. ഈ ആകാശമധ്യത്തിൽ എന്ന് അതിന് പറ്റിയ പദം ഖുർആനിൽ ഇല്ലാത്തത് കൊണ്ട് അവര് ആ പദത്തെ ബ്രാക്കറ്റിലിട്ടു. അതുപോലെ തന്നെ രാത്രി ഇരുട്ടുന്നത് വരെ നിശ്ചിത സമയങ്ങളിൽ എന്ന് ബ്രാക്കറ്റിലിട്ടു. അതെന്തിനാണ്? നിങ്ങൾ ഈ കേരളത്തിലെ ഏറ്റവും അറിയപ്പെട്ട പരിഭാഷകളിൽ ഒന്നായ ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മൗലവിയുടെ, ഞാൻ പറയുന്നില്ല, പേര് സാധാരണ പറയാറില്ല, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി സൂചിപ്പിച്ചു എന്നുള്ളൂ. അപ്പൊ ഏറ്റവും നല്ല പരിഭാഷകളെന്ന് പരിഭാഷയെന്ന് അറിയപ്പെട്ട പരിഭാഷയിൽ വരെ എഴുതി വെച്ചതിനെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോ രാത്രി ഇരുട്ടുന്നത് വരെ എന്ന് പറഞ്ഞതിനെ നിശ്ചിത സമയങ്ങളിൽ എന്നാക്കി. കാരണം ഇത് അപ്രായോഗികമാണെന്ന് അവർക്ക് മനസ്സിലായി. കാരണം രാത്രി ഇരുട്ടുന്നത് വരെ നിർവഹിക്കാൻ കഴിയില്ല. കാരണം മധ്യാഹ്നത്തിന് തെറ്റിയത് മുതൽ ഇരുട്ടുന്നത് വരെ ഒരാൾക്ക് നമസ്കരിച്ചുകൊണ്ടേയിരിക്കാൻ കഴിയില്ല, ആചാരാനുഷ്ഠാനം നിർവഹിച്ചുകൊണ്ടേയിരിക്കാൻ കഴിയില്ല. ഇത് മനസ്സിലാക്കിയ, ഇതിന്റെ അപ്രായോഗികത മനസ്സിലാക്കിയപ്പോഴാണ് ഈ പരിഭാഷകൾ, എല്ലാ പരിഭാഷയിലും ഏറ്റവും നല്ല പരിഭാഷ എന്നറിയപ്പെട്ട ഒരു പരിഭാഷയെ ഞാൻ തെളിവുദ്ധരിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ ഈ പരിഭാഷയിൽ വരെ എഴുതി വെച്ചത് നിശ്ചിത സമയങ്ങളിൽ എന്നാണ്. പിന്നെ ഒരു നിശ്ചിത സമയങ്ങള് അവിടെ എവിടെ വന്നു, അവിടെ എങ്ങനെ വന്നു? ശരിക്കും ഇവൻ ലീക്ക് അത് മുതൽ എന്നും ഇല്ല എന്നും ഇല്ലേന് ഹത്ത അത് വരെ എന്ന അർത്ഥവുമാണെങ്കിൽ സൂര്യൻ മധ്യാഹ്നത്തിൽ നിന്ന് തെറ്റിയത് മുതൽ ഇരുട്ടുന്നത് വരെ, രാത്രി ഇരുട്ടുന്നത് വരെ നിങ്ങൾ നമസ്കരിക്കുക എന്ന് പറയേണ്ടി വരും. അങ്ങനെ പറയുമ്പോൾ സൂര്യൻ തെറ്റിയത് മുതൽ എന്ന് കിട്ടിയ രാവിലെ മുതൽ സൂര്യൻ തെറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ആകാശമധ്യത്തിൽ എന്ന് ബ്രാക്കറ്റിലിട്ടത്. അപ്പൊ നോക്കൂ നിങ്ങള്, ഖുർആനെ അട്ടിമറിക്കാൻ മനഃപൂർവം ചെയ്യുന്ന ഓരോ ജോലികളാണ് ഇത് എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പരിഭാഷ ഉദ്ധരിച്ചത്. ശരിക്കും ആ പദത്തിന്റെ നേരിട്ട് പറ, അഖിമി സലാത്ത, അള്ളാഹുവിന്റെ ദീനിനെ, അവന്റെ വിധിവിലക്കുകളെ നീ ഇവിടെ സ്ഥാപിക്കുക. എന്തിനാണ് സ്ഥാപിക്കുന്നത്? ദുലൂക്കി ശംസി, സൂര്യനെ തിരിക്കുന്നതിന് വേണ്ടി, ഇലാ വസക്കില്ലയിലെ കൂരിരുട്ടിലേക്ക്. അപ്പൊ ജ്ഞാനത്തിന്റെ ഒരു അറിവിന്റെയും നീതിയുടെയും ധർമ്മത്തിന്റെയും സത്യത്തിന്റെയും ഒക്കെ ഈ സൂര്യൻ, അതാണ് ആ സൂര്യൻ. അത് ആലങ്കാരികമായി ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. ആ സൂര്യനെ ഇവിടെ അന്ധകാര നിബിഡമായ ഈ ഇരുട്ടിലേക്ക് തിരിക്കുന്നതിന് വേണ്ടി നീ ദൈവിക വിധിവിലക്കുകൾ ഇവിടെ നീ സ്ഥാപിച്ചെടുക്കണം എന്ന് പ്രവാചകനോട് പറഞ്ഞത്. ഇവിടെ സൂര്യൻ തെറ്റിയത് മുതൽ എന്ന് പറഞ്ഞാൽ സൂര്യൻ പ്രഭാതോദയം മുതൽ തെറ്റിയാണ്. നേരം വെളുക്കും മുതൽ സൂര്യൻ നമ്മുടെ കാഴ്ചയിൽ തെറ്റാണ്. അല്ലാത്ത സമയത്തിൽ സൂര്യൻ മറ്റൊരു പ്രദേശത്ത് തെറ്റിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് സൂര്യൻ നമ്മുടെ പ്രഭാതത്തിലാണ് തെറ്റുന്നതെങ്കിൽ മറ്റൊരു രാജ്യത്ത് ആ സൂര്യൻ മറ്റൊരു സമയത്ത് തെറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് സൂര്യൻ തെറ്റിയത് മുതൽ എന്ന അർത്ഥം വെച്ചപ്പോൾ അതിന്റെ അപ്രായോഗികത മനസ്സിലാക്കിയ ആളുകൾ എന്ത് ചെയ്തു? സൂര്യൻ മധ്യാഹ്നത്തിൽ നിന്ന് തെറ്റിയത് മുതൽ എന്നാക്കി മാറ്റി. രാത്രി ഇരുട്ടുന്നത് വരെ എന്ന അർത്ഥം കൊടുത്താൽ ഉച്ച മുതൽ
രാത്രി ഇരുട്ടുന്നത് വരെ ജമാഅത്തായിട്ട് അല്ലെങ്കിൽ ഇമാമും ജമാഅത്തായിട്ട് ഉള്ള നമസ്കാരമാണെങ്കിൽ ഖുർആൻ ഓതി അങ്ങനെ നമസ്കരിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കിയപ്പോൾ അവിടെ നിശ്ചിത സമയങ്ങളിൽ എന്നുമാക്കി മാറ്റി ബ്രാക്കറ്റിലിട്ടിട്ട് നീ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുക. ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടുള്ള പ്രഭാത നമസ്കാരവും നിലനിർത്തുക. നോക്കൂ നിങ്ങൾ, ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടുള്ള പ്രഭാത നമസ്കാരവും നിലനിർത്തുക. നിലനിർത്തുക എന്നുള്ളതിന് വേണമെങ്കിൽ ഉപയോഗിക്കുക, കാരണം വാ എന്നുള്ളത് പറഞ്ഞുകൊണ്ട്. വ ഖുർആനൽ ഫജ്രി എന്നുള്ളതിനാണ് ഇത്രയും അർത്ഥം അവർ കൊടുത്തത്. പ്രഭാത നമസ്കാരമല്ല. അപ്പൊ സലാത്ത സുബ്ഹി ബി ഖിറാഅത്തി ഖുർആനൽ ഫജ്രി എന്നുള്ളതിനാണ്ട് പദമാണ് ഇത്രയും. പക്ഷെ ഖുർആനിൽ എത്രയേ ഉള്ളൂ? വ ഖുർആനൽ ഫജ്രി എന്നേ ഉള്ളൂ. വിശുദ്ധ ഖുർആനിൽ എത്രയേ അതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ? വിശുദ്ധ ഖുർആൻ അവിടെ ഉപയോഗിച്ചത് വ ഖുർആനൽ ഫജ്രി, ഒരു പുലരിയുടെ, ഒരു നേരം വെളുക്കലിന്റെ, ഒരു അൽ ഫജറാണെന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ നേരത്തെ. അൽ ഫജർ എന്നാണ്. അൽ ഫജർ എന്ന് പറഞ്ഞാൽ സാധാരണ ഫജർ അല്ലാതെ, സാധാരണ ഒരു ഫജറാക്കാൻ ആർക്കാ കഴിയാം? നേരം വെളുപ്പിക്കാൻ നമുക്ക് കഴിയോ? സഹോദരങ്ങളെ, നിങ്ങൾ പറയും നേരം വെളുപ്പിക്കാൻ നമ്മൾ വിചാരിച്ചാൽ നടക്കും. നമ്മൾ വിചാരിച്ചാൽ നടക്കണ നേരം വെളുപ്പിക്കൽ എന്താണ്? സമൂഹത്തിന് വിജ്ഞാനം കൊടുക്കലാണ്, അറിവ് കൊടുക്കലാണ്. ലോകത്തിന് അറിവും ജ്ഞാനവും നേടിക്കൊടുക്കാനുള്ള പരിശ്രമങ്ങൾ എന്തൊക്കെയുണ്ടോ അത് കൊടുക്കലാണ് ലോകത്തിന് നേരം വെളുപ്പിക്കാനുള്ള പണി. അത് നമുക്ക് വേണമെങ്കിൽ പരിശ്രമിച്ച് ചെയ്തു നോക്കാം. ഒരു സമൂഹത്തിലോ ഒരു രാജ്യത്തോ അങ്ങനെ ലോകമൊട്ടുക്ക് ശ്രമിക്കുമ്പോൾ ലോകമൊട്ടുക്കും, ലോകത്ത് മുഴുവൻ പരിശ്രമിക്കുമ്പോൾ ലോകത്ത് മുഴുവൻ നേരം വെളുപ്പിക്കാൻ കഴിയും. പക്ഷെ പുരോഹിതന്മാർ നേരം വെളുപ്പിക്കാൻ ശ്രമിക്കില്ല. പുരോഹിതന്മാർ അവര് പ്രത്യേകിച്ച് നേരം പുലരാൻ, സമൂഹത്തിന് നേരം വെളുക്കാൻ, സമൂഹത്തിന് ജ്ഞാനത്തിന്റെ, അറിവിന്റെ, വിശ്വാസത്തിന്റെ ഒരു നേരം പുലരാൻ അവർ സമ്മതിക്കില്ല. കാരണം അവർക്ക് ഈ സമൂഹത്തെ എന്നും ഇരുട്ടിൽ തളച്ചിടണം. അതാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെ ഇരുട്ടിൽ തളച്ചിട്ടെങ്കിൽ മാത്രമേ ഈ സമൂഹത്തെ ചൂഷണം ചെയ്യാനും ഈ സമൂഹത്തിന്റെ രക്തമൂറ്റി കുടിക്കാനും അവർക്ക് കഴിയുകയുള്ളൂ. സമൂഹത്തിന് അവർ വിചാരിക്കുന്ന വഴിയിലേക്ക് തിരിക്കാൻ കഴിയുകയുള്ളൂ. സമൂഹത്തിന് ഒരു വിജ്ഞാനവും കൊടുക്കരുത്. കിട്ടുന്ന വിജ്ഞാനം എന്ന് പറഞ്ഞാൽ കേവല ആചാരാനുഷ്ഠാനങ്ങളുടെ ഷർത്തും പറലുകളും മാത്രമേ അറിയാൻ പാടുള്ളൂ. ഞാൻ ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞല്ലോ, ഒരു ജുമാ ഖുത്ബ 18 ജുമാ ഖുത്ബ 16 ജുമാ ഖുത്ബകൾ എന്താ പറഞ്ഞത്? ഒരു മയ്യത്ത് കുളിപ്പിക്കൽ. തുണി എങ്ങനെ ഇട്ട് വരുതണം, തുണി ഈ മയ്യത്തിന്റെ ഏതൊക്കെ ഭാഗത്ത് കൂടി തുണി ഇട്ട് വലിക്കണം, എങ്ങനെയൊക്കെ തുടക്കണം, ചരിച്ച് കടത്തിയിട്ടോ മലത്തി കടത്തിയിട്ടോ ഇരുത്തിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോകും. അവസാനം ഇത് കേട്ട ഒരു ശ്രോതാവ് സഹിക്കവയ്യാതെ ഒരു ഊമക്കത്ത് എഴുതിയോടെ വെച്ചു. മനുഷ്യന് ജ്ഞാനവും അറിവും അവരുടെ ജീവിത പ്രശ്നങ്ങളും ഒരുപാട് നിരവധി ഈ മനുഷ്യരെ പഠിപ്പിക്കേണ്ട ജുമാ ഖുതുബകൾ, അവർക്ക് വിജ്ഞാനം പകർന്നു കൊടുക്കേണ്ട ജുമാ ഖുതുബകൾ ഈ മരിച്ച മയ്യത്തിനെ കുളിപ്പിക്കാൻ വേണ്ടി 10-16 വെള്ളിയാഴ്ചകളായി താങ്കൾ ഉപയോഗിക്കുന്നു. ദയവ് ചെയ്ത് ഈ സമൂഹത്തോട് സ്നേഹമുണ്ടെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച മുതലെങ്കിലും മനുഷ്യന് ആവശ്യമുള്ള കാര്യങ്ങൾ, അവർക്ക് വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ, അവരുടെ ജീവിതത്തിൽ വഴികാട്ടിയായ കാര്യങ്ങൾ, അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ജ്ഞാനങ്ങൾ അവർക്ക് താങ്കൾ പറഞ്ഞു കൊടുത്താൽ നന്നായിരുന്നു എന്ന് എഴുതി വെക്കേണ്ടി വന്നു. ഇതാണ് സമൂഹത്തിന് ജ്ഞാനം എന്ന് പറയുന്നത്. ഇതേ ഉള്ളൂ. മതപരമായ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, മതപരമായ ജ്ഞാനം എന്ന് പറയുന്നത് കേവല ആചാരാനുഷ്ഠാനങ്ങളുടെ ചൊല്ലിപ്പറയലും അതിന്റെ കാണാതെ പഠിക്കലും ഇതൊക്കെയാണ് മതപരമായ ജ്ഞാനം എന്ന് പറഞ്ഞാൽ. അവിടെ ഒതുക്കിയവര്. അപ്പൊ ഞാൻ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം എന്റെ സഹോദരങ്ങളെ. എന്താണ് പറയുന്നത്? എന്താണ് ഇവിടെ പറയുന്നത്? ഇവിടെ പറഞ്ഞത് ഖുർആനൽ ഫജ്രി, ഖുർആനിന്റെ ഫജ്റിന്റെ വായന, പ്രഭാതത്തിന്റെ വായന, പുലരിയുടെ വായന. ഇതാണ് ഒരു ജ്ഞാനത്തിന്റെ, അറിവിന്റെ പുലരി നൽകുന്ന ഒരു വായനയും നീ ഇവിടെ സ്ഥാപിക്കേണ്ടതുണ്ട്. അഖിം എന്ന ക്രിയയിലേക്ക് വേണമെങ്കിൽ വാവിനെ കൊണ്ടുപോകാം. അത് ശരിയാണ്.
നേരെ മറിച്ച് ഈ പറഞ്ഞ ഏറ്റവും നല്ല പരിഭാഷ എന്ന് പറയുന്ന പരിഭാഷയിൽ എഴുതിയതാണെന്ത്? ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടുള്ള പ്രഭാത നമസ്കാരവും നീ നിലനിർത്തുക. പിന്നെ ബ്രാക്കറ്റിൽ. ഓക്കെ, അതിന് വേണമെങ്കിൽ ബ്രാക്കറ്റ് ഇല്ലാതെ തന്നെ അർത്ഥം പറയാൻ അവിടെ ഉണ്ട്. കാരണം വാ എന്നുള്ള അക്ഷരത്തിൽ നിന്ന് അത് കിട്ടും. ആ ക്രിയ ആവർത്തിക്കാം. ആപ്പിൾ തിന്നുക, മുന്തിരിയും എന്ന് പറഞ്ഞാൽ തന്നെ മുന്തിരി തിന്നുക എന്ന് കിട്ടും. പിന്നെ നെല്ലിന്ന് തന്നെ. മറിച്ച് ഈ ബാക്കിയുള്ളതുണ്ടല്ലോ, ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടുള്ള പ്രഭാത നമസ്കാരവും, പ്രഭാത നമസ്കാരം എന്നില്ലേന് സലാത്തുൽ ഫജ്ർ എന്നോ സലാത്തു സുബ്ഹ് എന്നോ ഇവരുടെ അർത്ഥത്തിൽ പറയണം. ഖുർആൻ സലാത്തുൽ ഫജ്ർ എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പോ സലാത്തൽ ഫജ്രി, ഫജ്ർ സലാത്തും എങ്ങനെ? ബിഖിറാഅത്തിൽ ഖുർആനി, ഖുർആനിന്റെ ഖുർആൻ വായിച്ചുകൊണ്ട്. അപ്പോ തങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരർത്ഥത്തിലേക്ക് ഖുർആനിനെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇവരെന്ത് ചെയ്യാണ്? തങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരർത്ഥത്തിലേക്ക്. അപ്പൊ ഇവരുടെ മനസ്സിൽ 5 നേരം നമസ്കാരമാണ്. അപ്പൊ അത് 5 നേരം തന്നെ ആക്കണം. അതാണ് ഉച്ചക്ക് തെറ്റിയത് മുതൽ രാത്രി ഇരുട്ടുന്നത് വരെ എന്ന് വെച്ച ഒറ്റ നിസ്കാരം അവിടെ കിട്ടുള്ളൂ. അപ്പൊ അവിടെ ഒരു 3 നിസ്കാരോ 4 നിസ്കാരമെങ്കിലും സ്ഥാപിക്കണം. അതാണ് ബ്രാക്കറ്റിൽ നിശ്ചിത സമയങ്ങളിൽ എന്നാക്കി മാറ്റിയത്. അതായത് ഓരോ 5 മിനിറ്റ് എന്നർത്ഥം. 5 മിനിറ്റ് എന്നാക്കി മാറ്റി. എന്നാലാണ് ഇവർക്ക് നിശ്ചിത സമയം കിട്ടുള്ളൂ. ഇവിടെ ഇനി നമുക്ക് അതിന്റെ ബാക്കി നോക്കാം. വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി, അടുത്ത വായത്ത്. അപ്പോ ഒരു പ്രഭാതത്തിന്റെ വായനയെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്. ലോകത്ത് പ്രഭാതമുണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യണത്? ലോകത്ത് ഒരു അൽ-ഫജ്റിന്റെ വായനയല്ല നടത്തുന്നത്. ഖിറാഅത്തുൽ ഖുർആൻ അൽ-ഫജ്ർ അല്ല. ഫജ്ർ ആക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കുറച്ചു മുമ്പ് ഞാൻ സൂചിപ്പിച്ചു, അൽ ഫജ്ർ എന്ന് പറഞ്ഞ സഹോദരങ്ങളെ സാധാരണ ഫജ്ർ അല്ല. അവിടെ ഒരു പ്രത്യേകമായ പുലരിയാണ്. അതാണ് വൽ ഫജ്രി വലയാലിൻ അശ്ർ എന്നൊക്കെ പറയുന്നിടത്ത് അതാണ്. പിന്നെ സുമ്മ കുലു വശ്റബു ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബിയദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്രി എന്ന് പറഞ്ഞിടത്തും ആ അൽ ഫജ്റും ഒക്കെ ഇതാണ്, സാധാരണ ഫജ്റല്ല. സാധാരണ ഫജ്റാക്കാൻ നമുക്ക് കഴിയില്ല. സാധാരണ നേരം വെളുപ്പിക്കാനേ അതിനു വേണ്ടിയുള്ള വായനയെ നമുക്ക് നടത്താൻ കഴിയില്ല. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. മുസ്ലിങ്ങൾ ഇപ്പൊ എന്താ ചെയ്യുന്നത് ലോകത്ത്? ഞാൻ കുറ്റം പറയല്ല സഹോദരങ്ങൾ, നമ്മൾ മാറ്റത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഈ സമൂഹത്തിൽ മാറ്റം വരണം. ആ മാറ്റം നടന്നേ മതിയാവൂ. ആ മാറ്റത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിച്ചേ മതിയാവൂ. ലോകം നേടിയ പുലരി, ലോകം നടത്തിയ നേരം വെളുക്കലൊക്കെ, ലോകം നേരം വെളുക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ ഇരുട്ടാക്കാനുള്ള പ്രവർത്തനമാണ് നമ്മൾ ചെയ്യുന്നത്. വൈജ്ഞാനികമായി ലോകം നേടിയ കാര്യങ്ങൾ, പുരോഗതിക്ക് വേണ്ടി ലോകം നേടിയ കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചല്ലോ. സത്യത്തിൽ ലോകം നേടിയ ഈ അറിവ് കൊണ്ടാണ് ഇന്ന് നമുക്ക് ഇത്രയെങ്കിലും സൗകര്യങ്ങളും ഇത്രയെങ്കിലും സുഖസൗകര്യങ്ങളും ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുന്നത്. ലോകത്ത് നിരവധി മനുഷ്യന്മാർ നേരം വെളുപ്പിക്കാൻ വേണ്ടിയുള്ള വായന, പുലരിക്ക് വേണ്ടിയുള്ള വായന ലോകത്ത് നിരവധി മനുഷ്യന്മാർ നടത്തിയതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഇത് ഈ രൂപത്തിലെങ്കിലും നമുക്ക് ഈ സുഖസൗകര്യങ്ങൾ അനുഭവിക്കാൻ കഴിയുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. യൂറോപ്പ് നേരം പുലർത്താൻ ലോകത്തിന് വിജ്ഞാനം പകരാൻ വേണ്ടി ഇത്രയധികം കണ്ടുപിടുത്തങ്ങളും ശാസ്ത്രരംഗത്ത്, വൈജ്ഞാനിക രംഗത്ത്
സാങ്കേതിക രംഗത്ത് അവർ നേടിയ ജ്ഞാനത്തിന്റെ ഗുണഫലങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്ന് നാം വിസ്മരിക്കരുത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അതുകൊണ്ട് ലോകത്തിന് മെച്ചുണ്ടാകുള്ളൂ, ലോകത്തിന് പുരോഗതി അതുകൊണ്ടേ ഉണ്ടാകുള്ളൂ. അവർ നേടിയ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലുള്ള വിജയമാണ് അറബ് രാജ്യങ്ങളെ ഈ രൂപത്തിൽ സാമ്പത്തികമായും സുഖസൗകര്യങ്ങളിലും പുരോഗതിയിലേക്ക് എത്തിച്ചത്. അറബ് രാജ്യങ്ങളിൽ പ്രകൃത്യ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്ന ആ എണ്ണ ഖനനം ചെയ്യാനും അത് ശുദ്ധീകരിക്കാനുമുള്ള ശാസ്ത്ര സാങ്കേതിക വിജ്ഞാനം നമ്മൾ തന്നെ നിരീശ്വരവാദികളെന്നും യുക്തിവാദികളെന്നും മുശ്രിക്കുകളെന്നും ജൂതന്മാരെന്നും ക്രൈസ്തവരെന്നും നരകത്തിന് അവകാശികളും എന്നൊക്കെ നമ്മൾ മുദ്രകുത്തി തള്ളിയ ആ സമൂഹം ചെയ്തതുകൊണ്ടാണ്, അതിനുവേണ്ട ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ലോകത്തിന് പകർന്നു കൊടുത്തത് കൊണ്ടാണ്, അവർ നേരം വെളുപ്പിച്ചത് കൊണ്ടാണ് അറബ് സമൂഹത്തിന് ഈ സാമ്പത്തികമായ പുരോഗതി, ഒരു ഉണർവുണ്ടായത്. ആ ഉണർവിന്റെ ഗുണഫലങ്ങളാണ് കേരളത്തിലുള്ള നമ്മൾ അനുഭവിക്കുന്നത്. ജാതി മത വ്യത്യാസമില്ലാതെ കേരളത്തിലെ ജനസമൂഹം എല്ലാം അനുഭവിക്കുന്നത് അതിന്റെ ഗുണഫലങ്ങളാണ്. അവിടെ പോയി അധ്വാനിച്ചു, അവിടെ പോയി കച്ചവടം ചെയ്തു, അവിടെ പോയി പല ബിസിനസ്സുകളും മറ്റു പല ഉദ്യോഗങ്ങളും നിർവഹിച്ചു. അവിടെ സമ്പന്നമായപ്പോൾ അതിന്റെ ഗുണഫലങ്ങൾ നമുക്ക് കിട്ടി. എന്ന് നിങ്ങൾ നോക്കി, ഒരു 50 കൊല്ലം മുമ്പ് കേരളത്തിന്റെ അവസ്ഥ എന്താണ്? ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പുരോഗതി കൈവരിച്ചപ്പോൾ അന്ന് ഒരു ഗ്രാമത്തിലെ ഏറ്റവും വലിയ സമ്പന്നന് വരെ ഒരു തുണിയെടുക്കാനേ ഉണ്ടാകുള്ളൂ, ഒരു തോർത്തുമുണ്ടും ഉണ്ടാവും. ഏറ്റവും വലിയ ഏത് മതസ്ഥരിലെ പ്രമാണിമാരാണെങ്കിലും അതാണ് അന്നത്തെ. അന്നൊക്കെ ഒരു കഞ്ഞിയേ ഉണ്ടാവുള്ളൂ. ഒരു നേരത്തെ ചോറ് തിന്നാന്ന് പറഞ്ഞാൽ അത്ഭുതമാണ്. ഒരു മീൻ വാങ്ങി കറി വെക്കുക എന്ന് പറഞ്ഞാൽ അന്ന് മാസത്തിലോ ഒക്കെ നടക്കുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുള്ളൂ. ചില മാസങ്ങളിൽ പാവങ്ങൾക്ക് കഞ്ഞി വെച്ച് വിളമ്പുന്ന മാസങ്ങളുണ്ടായിരുന്നു. ഇന്ത്യനേക്കാൾ ജനസംഖ്യ കുറവായിരുന്നു. പക്ഷേ ഈ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലുള്ള പുരോഗതി ലോകം കൈവരിച്ചപ്പോൾ ആ രംഗത്തൊക്കെ സ്വയം പര്യാപ്തത നേടാൻ തുടങ്ങി നമ്മൾ. ഇന്ന് ഏറ്റവും സാമ്പത്തികമായി കുറഞ്ഞ ആളുകൾക്കല്ലെങ്കിലും ഒരു 4-5 ഡ്രസ്സെങ്കിലും ഇല്ലാത്തവരാരുണ്ടാകുക കേരളത്തിൽ? ഇന്ന് ഭക്ഷണം വേണോ ജനങ്ങൾക്ക്? ഭക്ഷണമല്ലെന്ന്. പുരോഹിതന്മാരിപ്പോഴും മുദ്ദ്, ഒരു സാഴും ഒരു മുദ്ദും ചെറിയനാക്കും ഓരി വെച്ചുകൊണ്ടിരിക്കുക. ആർക്കാ ഭക്ഷണം വേണ്ടപ്പോ? 25-30 കിലോ അരിയൊക്കെ 1 രൂപ 2 രൂപ ഒക്കെ കിട്ടണ ഈ സമയത്ത് ഇപ്പോഴും നമ്മുടെ പുരോഹിതന്മാർ വർഷത്തിൽ, ദിവസം കൊടുക്കണില്ല, അത് വർഷത്തിൽ ഒരു മുദ്ദും സാഴും പിന്നെ ഇങ്ങനെ കുമ്പിളെടുത്ത് ഓരിയാക്കാൻ നിന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അവരവിടേക്ക് എത്തിയിട്ടുള്ളൂ. ലോകത്തിനിപ്പോ ഈ ഭക്ഷണം അത്ര പ്രധാനമല്ല. ഇപ്പോ ലോകത്തിന് എന്ന് പറഞ്ഞപ്പോ കേരളത്തിൽ, ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അല്ല, കേരളം ഇപ്പൊ ആ രംഗത്ത് കുറച്ച് പുരോഗതിയിലാണ്. ഇപ്പൊ ഈ സമൂഹത്തിന് വേണ്ടത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള സഹായമാണ്, ചികിത്സക്ക് വേണ്ടിയിട്ടുള്ള സഹായമാണ്. ഇങ്ങനെ ഇന്ന് അവർക്ക് കിട്ടേണ്ട സഹായത്തിന്റെ മേഖലകൾ, അവർക്ക് ആവശ്യമായി കിട്ടേണ്ട സഹായത്തിന്റെ മേഖലകൾ ഇന്ന് വേറെയാണ്. അപ്പോൾ ഓരോ സമൂഹത്തിനും ആവശ്യമായ സഹായങ്ങളാണ് കൊടുക്കേണ്ടത്. ഭക്ഷണത്തിൽ മനുഷ്യൻ സ്വയം പര്യാപ്തി നേടിയ ഒരു സമൂഹത്തിൽ ഇന്നും വർഷത്തിൽ ഒരു മുദ്ദോ ഒരു സാഴോ കോരിയെടുത്ത് കൊടുക്കാൻ നിൽക്കുന്ന ഈ പഴഞ്ചൻ വിതരണ സമ്പ്രദായമൊക്കെ എന്നോ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു ഞാൻ പറയുന്നു. അതില്ലാത്ത സമൂഹത്തിലൊക്കെ അങ്ങനെ കൊടുക്കുന്നത് നല്ലതാണ്. അപ്പൊ ഞാൻ പറയുന്നത്, പുലരിക്ക് വേണ്ടി ഒരു സമൂഹത്തിന് നേരം വെളുപ്പിക്കാൻ വേണ്ടിയുള്ള വായന, അതിന്റെ ഗുണഫലങ്ങൾ ലോകം അനുഭവിക്കുന്നത്, ലോകത്തിന് അതിന്റെ ഗുണഫലങ്ങൾ ലോകത്തിന് അനുഭവിക്കാൻ അതാണ് പ്രയോജനപ്പെടുക എന്നാ ഞാൻ പറയുന്നത്.
അല്ലാതെ ഞാനും നിങ്ങളും രാവിലെ ഇരുന്ന് കുറച്ച് ഖുർആൻ വായിച്ച് ഒരാചാരാനുഷ്ഠാനം നിർവഹിക്കുന്നതിനല്ല എന്നാണ്. അതിലല്ല പറയണത്. ഒരു ഫജ്റിന് വേണ്ടിയുള്ള വായനയാണ് പ്രവാചകൻ നടത്തേണ്ടത്. ഒരു ഫജ്റിന്റെ വായന. നമ്മളെന്താണെന്ന് ലോകത്ത് ജ്ഞാനം കൊടുക്കാൻ, അറിവ്, അത് അടിസ്ഥാന മൂല്യങ്ങളാണ്, വിജ്ഞാനത്തിന്റെ അടിസ്ഥാന തത്വമാണ് ഖുർആൻ പറയുന്നത്. വിജ്ഞാനത്തിന്റെ അടിസ്ഥാന തത്വമാണ് ഖുർആൻ പറയാനുള്ളത്. അത് സമൂഹത്തിനെ ബോധ്യപ്പെടുത്തുകയാണ് പ്രവാചകൻ ചെയ്യേണ്ടത്. ഇന്ന് നമ്മുടെ സമൂഹം ചെയ്യണ പോലത്തെ പരിപാടിയല്ല. നമ്മുടെ പുരോഹിതന്മാരെന്താ ചെയ്യണമെന്നോ, എന്തെന്തൊക്കെ ശാസ്ത്രീയമായ നേട്ടങ്ങൾ ഉണ്ടാക്കിയാലും, യൂറോപ്പ് കണ്ടുപിടിച്ചാലും, അമേരിക്ക കണ്ടുപിടിച്ചാലും, മറ്റേതെങ്കിലും രാഷ്ട്രങ്ങൾ കണ്ടുപിടിച്ചാലും അപ്പ പറയും അത് ഖുർആനിലുണ്ട്. അത് ഖുർആനിലുണ്ട് എന്ന് അതിന്റെ അവകാശവാദം തങ്ങൾക്ക് അവകാശപ്പെടാൻ അവർ വെമ്പൽ കൊള്ളുകയാണ് ചെയ്യുന്നത്. അതിന്റെ ആളുകളെ ഞങ്ങളാണ്. ഞാൻ ചോദിക്കട്ടെ, എന്താണെന്ന ഇനിയിപ്പോ യൂറോപ്പ് അതുപോലുള്ള രാജ്യങ്ങൾ, ഈ കണ്ടുപിടിക്കുന്ന ഈ രാജ്യങ്ങളൊക്കെ തൽക്കാലം ഒന്ന് അവർ കണ്ടുപിടിക്കലൊക്കെ തൽക്കാലം അവരോടൊന്ന് നിർത്തിവെക്കാൻ പറ. എന്നിട്ട് ഈ മുസ്ലിം പുരോഹിതന്മാരെ വിളിച്ചിട്ട് പറയാം, എന്താ ഇനി ഖുർആനിലുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങോട്ട് പറയാം. ഇനി ഖുർആനിലുള്ള കാര്യങ്ങൾ എന്താണ് ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ പറയൂ. എന്നിട്ട് അത് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. ഇതെന്താന്ന് പറഞ്ഞാല് ഏതൊരു മനുഷ്യൻ എന്ത് കണ്ടുപിടിച്ചാലും അപ്പൊ പറയാം അത് ഖുർആനിലുണ്ട്. ലോകം എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ അത് തങ്ങളുടെ പറ്റിൽ ചേർക്കാനുള്ള ഈ വെമ്പൽ കൊള്ളലല്ലാതെ, ഈ അവകാശവാദം ഉന്നയിക്കലല്ലാതെ, ഇത് അതാണ് അറിവിന്റെ അടിസ്ഥാന തത്വങ്ങൾ ചിന്തിക്കാനും കണ്ടെത്താനും പരിശ്രമിക്കാനും ആണ് ഖുർആൻ പറയുന്നത്. അത് മനുഷ്യന്റെ ജീവിതങ്ങൾ സുഖസൗകര്യപ്രദമാക്കാൻ, മറ്റുള്ളവർക്ക് ഉപദ്രവകരമല്ലാത്ത രൂപത്തിൽ, മറ്റുള്ളവരെ ചൂഷണം ചെയ്യാനോ അവന്റെ അവകാശങ്ങളെ ഹനിക്കുകയോ ചെയ്യേണ്ടാത്ത രൂപത്തിൽ മനുഷ്യന്റെ ജീവിതം നന്നാക്കിയെടുക്കാൻ പറ്റുന്ന എന്തൊക്കെ നിങ്ങൾ ചെയ്യണോ അതൊക്കെ ചെയ്യാനുള്ള ആഹ്വാനമാണ് ഖുർആൻ. അതിൽ എന്തും നിങ്ങൾക്ക് കണ്ടുപിടിക്കാം, പക്ഷെ അവിടേക്ക് ദീന് വേണമെന്ന് മാത്രം. ആ വസ്തു കണ്ടുപിടിക്കുന്നിടത്തും ആ വസ്തു ഉപയോഗിക്കുന്നിടത്തും നിങ്ങൾ ദീന് വേണം. അതാ ഖുർആന് പറയാനുള്ളത്. ദീന് വേണം എന്ന് പറഞ്ഞാൽ അവിടെ നീതിയിൽ നിന്ന് വിട്ടുകൊണ്ട് നിങ്ങൾ ആ വസ്തു ഉപയോഗിക്കരുത്. മറ്റുള്ളവന്റെ അവകാശങ്ങളെ ഹനിക്കാൻ അത് ഉപയോഗിക്കരുത്. മറ്റുള്ളവരോട് അനീതി കാണിക്കാനാക്കരുത് അത് ഉപയോഗിക്കേണ്ടത്. അക്രമത്തിന് വേണ്ടിയായിരിക്കരുത് അത് ഉപയോഗിക്കേണ്ടത്. തന്റെ സഹജീവികൾക്ക് ഉപദ്രവകരമാകുന്ന രൂപത്തിൽ, അവരെ ചൂഷണം ചെയ്യുന്ന രൂപത്തിൽ ആ വസ്തുക്കൾ ഉപയോഗിക്കരുത്. ഇതാ ഖുർആന് പറയാനുള്ളത്. അതാ ഖുർആന് ഇനി ഞാൻ ചോദിക്കട്ടെ, അവർ കണ്ടുപിടിച്ചാൽ തന്നെ അത് ഈ ഖുർആനിൽ ഉള്ളതുമാണെന്നും വിചാരിക്കാം. എന്നാൽ തന്നെ എന്തിനാ അതിന്റെ അവകാശവാദം കൊണ്ട് നമ്മൾ പോണത്? ഖുർആൻ ലോകത്ത് എല്ലാവർക്കും ഉള്ളതല്ലേ? ഖുർആൻ ലോകത്ത് എല്ലാവർക്കും വേണ്ടി അവതരിപ്പിച്ചു കൊടുത്തതാണ്. അപ്പൊ എല്ലാവർക്കും വേണ്ടി അവതരിപ്പിച്ചു കൊടുത്ത ഒന്നിന്റെ അവകാശവാദം പിന്നെന്തിനാണ് അത് ഞങ്ങളുടെ ഖുർആനിലുണ്ട് എന്ന് പറയുന്നത്? ഇപ്പൊ സൂര്യൻ എല്ലാവർക്കും ഉള്ളതാണ്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും ഒക്കെ ഉള്ളതാണ് സൂര്യൻ എന്ന് പറയുന്നത്. അതിന്റെ ഗുണഫലം എല്ലാവരും അനുഭവിക്കും. അത് നമ്മുടെ വീടിന്റെ മുകളിൽ വരുമ്പോ ആ സൂര്യൻ എന്റെ സൂര്യനാണെന്ന് എന്താ പറയുക? എന്തിനാ ഞങ്ങളെ സൂര്യൻ നിങ്ങൾ അനുഭവിക്കണമെന്ന് എന്തിനാ പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ, സൂര്യൻ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അള്ളാഹു സംവിധാനിച്ചത്. ഇവിടെ വായു എല്ലാവർക്കും വേണ്ടിയിട്ടാണ് സംവിധാനിച്ചത്. ഞങ്ങളെ വായു എന്നെങ്ങനെ പറയാം? എന്ന പോലത്തെയാണ് വിശുദ്ധ ഖുർആൻ മനുഷ്യരാശിക്കാണ്, മനുഷ്യ സമൂഹത്തിന് അവതരിപ്പിച്ചു കൊടുത്തതാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആനിലെ ഒരു ജ്ഞാനം നീ അതിലുള്ളത് തന്നെയെന്നൊക്കെ അവര് പറയും പോലെ അവര് അതിലുള്ളത് തന്നെയാണെന്ന് വിചാരിക്കുക. ഖുർആനിലുള്ള ഒരു കാര്യം തന്നെ കണ്ടുപിടിച്ചു എന്ന് തന്നെ വെക്കുക. അതെന്തിനാ ഞങ്ങളെ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് എന്നാ ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ലോകത്തിന് അവകാശപ്പെട്ടത് നമുക്ക് വേണ്ടി മാത്രം അവകാശപ്പെട്ടതായിട്ട് വാദിക്കുകയോ അതിനുവേണ്ടി തർക്കിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന്. അപ്പോ
ഇനി ഖുർആനുൽ ഫജ്ർ, അതാണ് ഫജ്റാക്കാൻ അറിവിന് വേണ്ടിയിട്ടുള്ള ഇതാണ്. ഈ ആയത്തൊക്കെ ശരിക്കങ്ങോട്ട് നടപ്പിലാക്കിയ ലോകത്ത് അറിവിന്റെയും ജ്ഞാനത്തിന്റെയും സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥിതിയുടെയും ഒരു സംവിധാനമാണ് ഇവിടെ സ്ഥാപിതമായി തീരുന്നത്. മനുഷ്യരിൽ എന്തൊക്കെയാണ് ഇരുട്ട്, ഞാൻ നേരത്തെ എൻ്റെ കഴിഞ്ഞ സലാത്തിന്റെ ക്ലാസ്സുകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ കൂരിരുട്ട്? അജ്ഞത, അന്ധകാരം, അറിവില്ലായ്മ, ചൂഷണങ്ങൾ, മനുഷ്യാവകാശ ലംഘനങ്ങൾ, അക്രമം എന്നുവേണ്ട എന്തൊക്കെയുണ്ടോ അത്തരം ഇരുട്ടുകളിലേക്കൊക്കെ, അതാണ് സാമൂഹിക സാമ്പത്തിക രംഗങ്ങളിൽ എന്തൊക്കെ ഇരുട്ടുകളുണ്ടോ ആ ഇരുട്ടുകളൊക്കെ നീക്കുന്നതിന് വേണ്ടി ഇതങ്ങോട്ട് നടപ്പിലാക്കുക. ലോകത്തൊരു ജ്ഞാനത്തിന്റെ പുലരി, ഒരു പുലരിയുടെ വായന ലോകത്തുണ്ടാക്കുന്നതിന് വേണ്ടി സ്ഥാപിക്കുകയും നീ ചെയ്യുക. കാരണം ഇന്ന ഖുർആനൽ ഫജ്രി കാന മശഹൂദ, കാരണം ഒരു പുലരിയുടെ വായന ലോകത്ത് അത് സാക്ഷ്യം നിൽക്കപ്പെടും എന്ന് പറയുന്നു. അത് മശഹൂദാണ്, അത് സാക്ഷിയാക്കപ്പെടാൻ പറ്റുന്നതാണ്, സാക്ഷിയാക്കപ്പെടേണ്ടിയിരിക്കുന്നു, പെട്ടതായിരിക്കുന്നു എന്ന് പറയുന്നത് അതാണ്. ഒരു നല്ല പുലരി ഉണ്ടെങ്കിലേ, ഒരു നല്ല പുലരി ഒരു സമൂഹത്തില് അവരുടെ പ്രഭാതം നന്നായി തീർന്നാൽ, ആ സമൂഹത്തിന്റെ പുലരി നല്ലതായി തീർന്നാൽ, ആ സമൂഹത്തിന്റെ 10 മണിയും മധ്യാഹ്നവും വൈകുന്നേരവും സായാഹ്നവും ഒക്കെ നന്നായി തീരും. ആ സന്ദർഭങ്ങളിലൊക്കെ ഈ നല്ല പുലരി സാക്ഷിയായിട്ട് അവിടേക്ക് വരും. അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ ഇത് സാക്ഷിയായിക്കൊണ്ടുണ്ടാവും. നേരെ മറിച്ച് ഒരു സമൂഹത്തിന്റെ പുലരി, ഒരു സമൂഹത്തിന്റെ പ്രഭാതം അത് മോശമായി തീർന്നാൽ പിന്നീട് അങ്ങോട്ടുള്ള അവരുടെ ആ ദിവസത്തിലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അത് മോശമായി തീരുകയും ചെയ്യും. അവരുടെ ജീവിതത്തിൽ, ദിവസം എന്ന് ഉദ്ദേശിച്ച അവരുടെ ജീവിതത്തിലെ ബാക്കിയുള്ള സമയങ്ങളൊക്കെ അത് ഗുണകരമല്ലാതായി തീരും, അത് മോശമായി തീരും. അതാണ് ഒരു നല്ല പ്രഭാതത്തിന് വേണ്ടിയുള്ള വായന. അത് ലോകത്ത് അവരുടെ ബാക്കിയുള്ള സന്ദർഭങ്ങളിലൊക്കെ അത് മശഹൂദായിരിക്കും എന്ന് പറയാനുള്ള കാരണം, അത് സാക്ഷിയാക്കപ്പെടും. വരും തലമുറക്കും അത് സാക്ഷിയാവും. ഒരു ജനസമൂഹത്തിൽ നല്ല ഒരു വിജ്ഞാനത്തിന്റെ ഒരു പ്രഭാതം ഒരു സമൂഹത്തിൽ ഉണ്ടായാൽ അത് ലോകത്ത് തന്നെ അത് സാക്ഷിയാക്കപ്പെടും. അതാ പറയണത്, ഒരു നല്ല പ്രഭാതം, നല്ല പുലരി അതുണ്ടായാൽ, നമ്മുടെ പ്രഭാതം നന്നായാൽ 10 മണിയാകുമ്പോഴും അതിന്റെ ഗുണഫലം ഉണ്ടാവും. 10 മണിയാകും പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. അതിന്റെ മധ്യാഹ്നത്തില് അത് സാക്ഷിയായി വരും. അതിന്റെ സായാഹ്നത്തിൽ, അതിന്റെ വൈകുന്നേരത്തിൽ അതൊക്കെ അത് നല്ല സാക്ഷിയായിക്കൊണ്ട് അവിടെ ഉണ്ടാവുമെന്നാണ് ഖുർആൻ പറയുന്നത്. അതല്ല രാവിലത്തെ ഖുർആനോത്ത് പരലോകത്തില് ഇയാള് ദിവസം ഖുർആൻ വായിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് പരലോകത്തിൽ സാക്ഷിയായി വരുന്നു പറയുന്ന ആളുകൾ അങ്ങനെ മനസ്സിലാക്കിക്കൊള്ളും. തർക്കത്തിനൊന്നുമില്ല. ഞാൻ അങ്ങനെ വായിക്കുന്ന ആളുകൾക്ക് അങ്ങനെ വായിക്കാം. പക്ഷെ ഇങ്ങനെയൊരു വായിച്ചൂടെ എന്നുള്ളതൊന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതാണ് ഇന്ന ഖുർആനുൽ ഫജ്ർ. ഇത് ഖുർആനുൽ ഫജ്റും നീ സ്ഥാപിക്കാൻ പറയുന്നത് എന്തിനാണ്? ഒരു പ്രഭാതത്തിന്റെ വായന തീർച്ചയായും സാക്ഷിയാക്കപ്പെട്ടിരിക്കുന്നു. തീർച്ചയായും വരെന്താ എഴുതിയിരിക്കുന്നു? തീർച്ചയായും പ്രഭാത നമസ്കാരത്തിലെ ഖുർആൻ പാരായണം സാക്ഷ്യം വഹിക്കപ്പെടുന്നതാകുന്നു എന്നാ എഴുതിയിരിക്കുന്നത്. പ്രഭാതത്തിനു വേണ്ടിയുള്ള വായന, ഒരു പുലരിയുടെ വായന അത് സാക്ഷിയാക്കപ്പെടും എന്ന് പറഞ്ഞാൽ, സാക്ഷിയാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് സാക്ഷിയാക്കപ്പെട്ടിട്ടുണ്ട്. ലോകം ഇന്നും നോക്കൂ, അങ്ങനെ നടത്തിയ വായനയുടെ ഫലമാണ് അവരെ ഇന്നും നമ്മൾ സാക്ഷിയായിട്ട് പറയുന്നത്, ആ രൂപത്തിൽ വായിക്കണമെന്ന് പറയുന്നത്. അതാ ഖുർആൻ പറയുന്നത്. അപ്പോ ചുരുക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചത് സഹോദരങ്ങളെ, ഇവിടെയൊക്കെ തീർച്ചയായും പ്രഭാത നമസ്കാരത്തിലെ ഖുർആൻ പാരായണം നോക്കൂ, എവിടുന്നാണ് അത് കിട്ടിയത് എനിക്കറിയില്ല. അപ്പൊ ഇതാണ് നമ്മൾ ഒരു ആശയം മനസ്സിൽ വിചാരിക്കാം. എന്നിട്ട് ഇപ്പൊ 5 നേരം നമസ്കാരം ഇങ്ങനെ ആചാരാനുഷ്ഠാനം ഇങ്ങനെ നിർവഹിച്ചു വരുന്നുണ്ട്.
അപ്പൊ അതിന് തെളിവുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഖുർആനിലെ ഈ പദങ്ങൾ മതിയാകാതെ വരുമ്പോൾ നമ്മളെ വകയായിട്ടും കുറച്ച് വാക്കുകൾ അതിലൂടെ ചേർത്തിട്ട് അതിനെ വ്യാഖ്യാനിക്കുക. അതാണ് ഇവിടെ ചെയ്തു പോരുന്നത് നമ്മുടെ സമൂഹം. ഖുർആനിൽ അത് മതിയാകാതെ വരുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ഖുർആനിന്റെ പദങ്ങളെ വ്യാഖ്യാനിക്കുക. ഇനി അടുത്ത വചനത്തിൽ വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദ. ഇവരതിനെ എഴുതിയതെന്ന് ഞാൻ ആദ്യം വായിക്കാം. രാത്രിയിൽ നിന്ന് അല്പസമയം നീ ഉറക്കമുണർന്ന് അതോടെ ഖുർആൻ പാരായണത്തോടെ നമസ്കരിക്കുകയും ചെയ്യുക. നോക്കൂ നിങ്ങൾ, വമിനൽ ലൈലി രാത്രിയിൽ നിന്ന്, അതിനുണ്ട് അതിൽ അർത്ഥമുണ്ട്. രാത്രിയിൽ നിന്നുണ്ട്, അല്പസമയം എന്ന് വേണമെങ്കിലും കിട്ടും. മീന എന്നുള്ളതായിരുന്നു കിട്ടും. മീൻ ബഅലിന് ഉപയോഗിക്കാം. ബഅൽ വബയ്യൻ വബ്തദിഇൽ അസ്മിന എന്ന് പറയുന്നത് മീനയുടെ അർത്ഥം വ്യാഖ്യാനിക്കുന്നിടത്ത് അങ്ങനെ പറയുന്നുണ്ട് ഭാഷയിൽ. രാത്രിയിൽ നിന്ന് അല്പസമയം എന്ന് വേണമെങ്കിൽ എടുക്കാം, അത് ഉപയോഗിക്കാം. ഇനി നമ്മൾ തർക്കിക്കാൻ നിൽക്കണ്ട. രാത്രിയിൽ നിന്ന് ഫതഹജ്ജദ് ബിഹി, തഹജ്ജദ് എന്ന് പറഞ്ഞാൽ നീ ഉറക്കമുണരുക. ബിഹി അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഖുർആൻ കൊണ്ട്. പിന്നെയാണ് ഖുർആൻ പാരായണത്തോടെ എന്നുള്ളത്. ഖുർആൻ കൊണ്ട് എന്ന് പറഞ്ഞാൽ ഈ വായന കൊണ്ട്, ഈ വായിച്ചത് കൊണ്ട്. നീ സമൂഹത്തിൽ ഇരുട്ട് വരുമ്പോൾ, ലൈലാകുമ്പോൾ, സമൂഹത്തിൽ അന്ധകാരമാകുമ്പോൾ ആ അന്ധകാരത്തെ ചെറുക്കാൻ വേണ്ടി ഈ വായിച്ചത് കൊണ്ട് നീ ഉറക്കമുണരുക എന്ന് പറഞ്ഞാൽ ആക്റ്റീവാകുക, അധ്വാനിക്കുക, പരിശ്രമിക്കുക എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. സമൂഹം ഇരുട്ടിലേക്ക് നീങ്ങുമ്പോൾ, സമൂഹം കൂരിരുട്ടിലേക്ക് നീങ്ങുമ്പോൾ ആ ഇരുട്ടിൽ നിന്ന് നീ എന്ത് ചെയ്യണം? സമൂഹത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ വേണ്ടി, വെളിച്ചത്തിലേക്ക് നയിക്കാൻ വേണ്ടി നീ എന്ത് ചെയ്യണം? ബിഹി എന്ന് പറഞ്ഞാൽ ഖുർആൻ കൊണ്ട്, സലാത്ത് കൊണ്ടല്ല. സലാത്ത് കൊണ്ട് നിസ്കരിച്ചുകൊണ്ട് ഉറക്കം ഒഴിവാക്കുക എന്നാണെങ്കിൽ ബിഹ എന്നാ പറയാ. ഇത് ഇവിടെ ഇയാൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പല ആളുകളും നമസ്കരിച്ചുകൊണ്ട് എന്നാക്കിക്കാണ്. ഇദ്ദേഹം ആ നമസ്കരിച്ചുകൊണ്ട് തന്നെ ഖുർആൻ നമസ്കരിക്കുകയും ചെയ്യുക എന്നുള്ളത്, ബിഹി എന്ന് പറഞ്ഞാൽ ഈ ഖുർആൻ കൊണ്ട് എന്നുള്ളത് ഇദ്ദേഹം ഇവിടെ ആ കാര്യം ഇദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടോ? പക്ഷെ പല ആളുകളും നമസ്കരിച്ചുകൊണ്ട് ഉറക്കം ഒഴിവാക്കുക എന്നാണ്. അവിടെ ഇദ്ദേഹം കാണിച്ച, ഈ പരിഭാഷകൻ കാണിച്ചത് എന്താന്ന് പറഞ്ഞാൽ നമസ്കരിക്കുകയും ചെയ്യുക എന്നുള്ളത്. അതിന് അദ്ദേഹം പിന്നെ സ്വന്തം കീശയിൽ നിന്ന് എടുത്തു പറഞ്ഞതാണ്. അതിനവിടെ പദല്ല. നോക്കൂ നിങ്ങൾ, വമിനൽ ലൈലി രാത്രിയിൽ നിന്ന്, ഫതഹജ്ജദ് ബിഹി ഈ ഖുർആൻ കൊണ്ട് നീ ഉറക്കമൊഴിവാക്കുക, നീ ഉറക്കമുണർന്ന് അധ്വാനിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുക എന്നാണ്. അതാ ചെയ്യേണ്ടത്, അതാണ് ഖുർആൻ പറഞ്ഞത്. എന്നാൽ എന്ത് ചെയ്യും? നിന്റെ രക്ഷിതാവ് നിന്നെ സ്തുത്യർഹമായ ഒരു സ്ഥാനത്ത് നിയോഗിച്ചേക്കും. സ്ഥാനം എന്ന് എഴുതിയിട്ടുണ്ട്, മഖാമം മഹ്മൂദ. അതൊക്കെ ശരിയാണ്. സ്തുത്യർഹമായ ഒരു സ്ഥാനത്ത് നിന്റെ രക്ഷിതാവ് നിയോഗിച്ചേക്കും. പക്ഷെ ഇവിടെ മഖാമിനെ ഒരു സ്ഥാനം എന്ന് വെച്ചാലും ഇബ്രാഹിം നബിയുടെ മഖാമെത്തിയപ്പോൾ സ്ഥലം നാക്കി, അവിടെ ഒരു സ്ഥലം നാക്കി. ഇബ്രാഹിം നബി നിന്ന് നിസ്കരിച്ച സ്ഥലം നാക്കി. അതാണ് നമുക്ക് മനസ്സിലാക്കാത്തത്. എന്തിനാണ് ഖുർആനിക വചനങ്ങളെ ഇങ്ങനെ തങ്ങൾക്ക് തോന്നിയതുപോലെ വ്യാഖ്യാനിക്കുന്നത് ഇവരെന്നാ മനസ്സിലാക്കാത്തത്. ഇവിടെ മഖാം എന്നുള്ള പദത്തിന് സ്ഥാനം എന്ന് വെച്ചു. നിന്റെ രക്ഷിതാവ്, നീ ഇങ്ങനെ ചെയ്താൽ നിന്റെ രക്ഷിതാവ് നിന്നെ ഉന്നതമായ സ്ഥാനത്ത് നിയോഗിച്ചേക്കും എന്ന് പറഞ്ഞോടത്ത് പിന്നെ മഖാം എന്നുള്ളതിന് സ്ഥാനം എന്ന് തന്നെയാണ് വെച്ചത്. പക്ഷെ 2:125 ഇവരെന്ത് വെച്ചു? വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല എന്ന് പറഞ്ഞെടുത്ത് ഇബ്രാഹിം നബിയുടെ മഖാമിനെ, അദ്ദേഹം നിന്ന് നിസ്കരിച്ച ആ 2 കാലടികളെ നിങ്ങളുടെ നമസ്കാര സ്ഥാനമാക്കുക എന്ന് അർത്ഥമെഴുതി.
എങ്ങനെ നമുക്ക് അവിടെ എല്ലാ ആളുകൾക്കും അവിടെ പോയി അദ്ദേഹം നിന്ന് നിസ്കരിച്ച നിസ്കാര സ്ഥാനത്തെ നമസ്കാര സ്ഥലമാക്കാൻ പറ്റുക? ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും എങ്ങനെയാണ് ഈ കൽപ്പന പ്രായോഗികമാക്കാൻ പറ്റുക? നിങ്ങൾ പറയും, എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ പറയും. ഇപ്പൊ ഞാൻ നിന്ന സ്ഥലത്ത് ലോകത്തുള്ള എല്ലാ മനുഷ്യരും വന്ന് നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അപ്രായോഗികത? അതിന് ഇവരെ സംബന്ധിച്ച് ഖുർആന്റെ പ്രായോഗികതയും അപ്രായോഗികതയൊന്നും ഇവർക്ക് വിഷയമല്ല. എന്താ ഇവർ പഠിച്ച കഥ എന്ന് വെച്ചാൽ അത് അങ്ങനെ തന്നെയാണ് എഴുതുക. ഇബ്രാഹിം നബിയുടെ നിലപാട്, അദ്ദേഹത്തിന്റെ സ്ഥാനം, അദ്ദേഹം ഏതൊരു നിലപാടിലാണോ ഏതൊരു സ്ഥാനത്താണോ നിലകൊണ്ടിരുന്നത്, ആ സ്ഥാനത്തെ, ആ നിലപാടിനെ നിങ്ങൾക്ക് മുസല്ല, നമ്മൾ പറഞ്ഞല്ലോ ദൈവിക വിധിവിലക്കുകളെ പിന്തുടരുക എന്നാണ് അതിന്റെ അർത്ഥം. ആ പിന്തുടരാനുള്ള, നിങ്ങൾക്ക് ദൈവികമായ വിധിവിലക്കുകളെ പിന്തുടരാനുള്ള ആ മുസല്ല, പിന്തുടരാനുള്ള സ്ഥാനമാക്കി നിങ്ങളതിനെ മാറ്റണം. ആ നിലപാടിനെ നിങ്ങൾ മാറ്റണം, സ്വീകരിക്കണമെന്നവർ. വത്തഹിദു, നിങ്ങൾ സ്വീകരിക്കുക, മിൻ മഖാമി, അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ നിന്ന്, മുസല്ല, നിങ്ങൾക്ക് പിന്തുടരാനുള്ള വിധിവിലക്കുകളെ അദ്ദേഹത്തിന്റെ നിലപാടിൽ നിന്നാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. അതെവിടുന്ന് കിട്ടും? അതെവിടുന്ന് കിട്ടും? ഇറാഖിലും ഇറാനിലുമൊക്കെ അദ്ദേഹം വിതറിപ്പോയതാണോ? അല്ല, അത് ദൈവത്തിന്റെ വേദത്തിൽ നിന്ന് കിട്ടും. അദ്ദേഹം ഏതൊക്കെ നിലപാടുകളാണ് തന്റെ ജീവിതത്തിൽ സ്വീകരിച്ചിരുന്നത് എന്ന്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ലോകത്തിന് ഇമാമാണെന്ന് പറഞ്ഞത്, അദ്ദേഹത്തിന്റെ നിലപാടുകളെ സ്വീകരിക്കാൻ. അതാണ് വത്തഹിദു, നിങ്ങൾ സ്വീകരിക്കുക. വത്തഹിദു, നിങ്ങൾ സ്വീകരിക്കുക. അവിടെ പിന്നെന്താ, ചിലരാരെന്തേ പറഞ്ഞു വത്തഹദു എന്നാണ് അവിടെ വേണ്ടത്. ഖുർആനിൽ തിരുത്താൻ കണ്ടിട്ടില്ലേ? അത് ഞാൻ പറഞ്ഞുതരാം. അത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് വത്തഹിദൂന്നില്ലീനെ വത്തഹദൂന്നാക്കിയതാണ്. അല്ല, വത്തഹദൂന്നായിരുന്നു. അറബികൾ അത് പിന്നെ നിസ്കാര സ്ഥലമാക്കി. നമ്മളോടൊന്നുള്ള കൽപ്പനയൊന്നും അല്ല എന്ന് വരുത്താൻ വേണ്ടിയിട്ട് ഏതോ ചില സുഹൃത്തുക്കൾ പറഞ്ഞു, അവിടെ മാഷേ അവിടെ വത്തഹദൂന്നല്ലേ, അത് അറബികൾ വത്തഹിദൂന്നാക്കിയതല്ലേ. വത്തഹിദൂന്ന് ആക്കിയതൊന്നുമല്ല. ഖുർആനിൽ വത്തഹിദൂന്നാണെങ്കിൽ വത്തഹിദൂന്ന് തന്നെയാണ്. തിരുത്താൻ നിൽക്കണ്ട, ഖുർആനുമേ കളിക്കാൻ നിൽക്കണ്ട. വത്തഹിദു അങ്ങനെ തന്നെ പറഞ്ഞ എന്താ പ്രശ്നം? കൽപ്പന തന്നെയാണ്. വത്തഹിദു, നിങ്ങൾ സ്വീകരിക്കുക. ഇവർക്കാണ് ഇത്തഹദക്ക് പലയിടത്തും പല അർത്ഥം. ചിലയിടത്ത് വീടുണ്ടാക്കി, ചിലയിടത്ത് വീട് കെട്ടി. ഇത്തഹദ എന്ന് പറഞ്ഞാൽ അഹദന്ന് ഇത്തഹദ, ഇത്തഹദ സ്വീകരിക്കുക. അഹദ എന്നാണ് അതിന്റെ അസല്. അതിനെ ഇത്തഹദ എന്നാക്കാൻ രണ്ടും കൂടി കൂട്ടി പറയുമ്പോൾ ഇത്തഹദ സ്വീകരിക്കുക. അതിന്റെ അമ്രു വത്തഹിദു, നിങ്ങൾ സ്വീകരിക്കുക. മിൻ മഖാമി, ഇബ്രാഹിമിന്റെ മഖാമിൽ നിന്ന് അദ്ദേഹത്തിന്റെ നിലപാട്, അദ്ദേഹം ജീവിതത്തിൽ വഹിച്ച ആ സ്ഥാനം, നിലപാടുണ്ടല്ലോ, ആ നിലപാടുകളിൽ നിന്ന്, അദ്ദേഹത്തിന്റെ സ്ഥാനങ്ങളിൽ നിന്ന്, പൊസിഷനിൽ നിന്ന്, നിലപാടുകളിൽ നിന്ന് നിങ്ങളുടെ മുസല്ല, നിങ്ങൾക്ക് പിന്തുടരപ്പെടാനുള്ളത് അതിൽ നിന്ന് സ്വീകരിക്കണം. നിങ്ങൾക്ക് ഫോളോ ചെയ്യപ്പെടേണ്ടത് അതിൽ നിന്നാണ്. കാലടികളെ പിന്തുടരുക എന്നൊക്കെ പറഞ്ഞാൽ അതാ. അല്ലാതെ ഒരാൾ നിന്ന സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ അവിടെ പോയി നിൽക്കലല്ല. എന്താ പറയണം? ഇപ്പൊ പല ആളുകളും അർത്ഥം പെടും അതന്നെയാണെന്ന് പറയാൻ തുടങ്ങി, ബൈത്താതല്ല എന്ന് പറയാൻ തുടങ്ങി. പക്ഷെ നമ്മുടെ സമൂഹം കാലെടുക്കും, കുറച്ച് കാലം പിടിക്കും ഇതൊക്കെ മനസ്സിലാക്കാൻ. നമുക്ക് അവരോട് ദേഷ്യമില്ല കേട്ടോ. സത്യത്തിൽ എനിക്ക് ദേഷ്യമൊന്നുമില്ല ആരോട്. ഇത് പാരമ്പര്യമായി, പൈതൃകമായി, കുട്ടിക്കാലത്ത് കിട്ടിയ പല വിശ്വാസങ്ങളും പല ആചാരങ്ങളും മാറ്റിയെടുക്കണമെങ്കിൽ നല്ല ധൈര്യം തന്നെ വേണം, അതിനനുസരിച്ച് ജ്ഞാനം തന്നെ വേണം. അത് പെട്ടെന്ന് തന്നെ നേടിയെടുക്കാൻ കഴിയില്ല. നാളെ മുതൽ ഇത് സ്വീകരിച്ചേ മതിയാവൂന്ന് വാശി പിടിക്കാനൊന്നും നമുക്ക് പറ്റില്ല. പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മൾ മനസ്സിലാക്കിയത്, നമുക്ക് മനസ്സിലാക്കിയില്ല വല്ല തെറ്റുകളും നമുക്കുണ്ടെങ്കിൽ നമ്മൾ മാറാൻ തയ്യാറാകുക. ഇങ്ങനെ പരസ്പരമുള്ള മാറ്റത്തിലൂടെ മാത്രമേ നേരിലേക്ക്, സത്യത്തിലേക്ക്, ശരിയിലേക്ക് നമുക്കെല്ലാവർക്കും എത്തിപ്പെടാൻ കഴിയുള്ളൂ. അതാ പറയുന്നത്. അതൊരു ദുർവാശയിലൂടെ സമൂഹം ഇന്ന് തന്നെയാണ് മാറിയ മതിയാവൂന്ന് വാശിയൊന്നും പിടിക്കേണ്ടതില്ല.
അല്പാൽപമായി അല്പാൽപമായി അറിവുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ട് ജ്ഞാനങ്ങൾ നൽകിക്കൊണ്ട് സമൂഹത്തിനെ പടിപടിയായി മാറ്റിയെടുക്കാൻ, ആ മാറ്റിയെടുക്കലിൽ സമൂഹത്തിന് നമ്മൾ അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരെ മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. ആ സന്ദർഭത്തിൽ നമ്മളിലെ ചില തെറ്റുകളും നമ്മളും അറിയാതെ മാറ്റേണ്ടതുണ്ട്. ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കിയെടുത്ത് പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ സമ്പൂർണരാണെന്ന് വിശ്വസിക്കരുത്. അങ്ങനെ വിശ്വസിക്കുമ്പോൾ പിന്നെ അവൻ ശരിയിലെത്താൻ പ്രയാസമാണ്. ഞാൻ എത്തിപ്പെട്ടത് ശരിയിൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്ന ആളുകൾ പിന്നെ ശരിയിലെത്താൻ പ്രയാസമാണ്. എൻ്റെ അറിവ് വളരെ പരിമിതമാണെന്നും അള്ളാഹുവിൻ്റെ അറിവുകളിലേക്ക് ഇനിയും എത്തേണ്ടതുണ്ട് എന്നും അള്ളാഹു നമുക്ക് പറഞ്ഞു തന്ന പല അറിവുകളും എനിക്ക് നേടേണ്ടതുണ്ടെന്നുള്ള ഈ ജിജ്ഞാസയും, അങ്ങനെ ശരി കിട്ടിയാൽ അത് സ്വീകരിക്കാനുള്ള ഒരു തുറന്ന മനസ്സ്, വിശാലമായ ഹൃദയവുമുണ്ടെങ്കിൽ അത്തരം ആളുകൾക്ക് ശരിയിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അല്ലാത്തവർ ഒരിക്കലും മാറാൻ തയ്യാറാവില്ല. ഞാനിപ്പോൾ എത്തിപ്പെട്ടതിൻ്റെ ശരി, ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനി ശരിയൊന്നുമില്ല എന്നൊരാൾ വിചാരിച്ചാൽ ഇനി അവന് മാറ്റല്ല. അപ്പൊ ഞാൻ പറഞ്ഞതാണ് മഖാമ ഇബ്രാഹിം. മഖാമ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം മാറ്റി. ഇവിടുത്തെ അർത്ഥം സ്ഥാനം എന്ന് വെച്ചു, സ്ഥലം എന്ന് വെച്ചില്ല. നിനക്ക് നല്ല ഒരു സ്ഥലം അല്ലാഹു നല്ലൊരു സ്ഥലം എനിക്ക് തരുന്നല്ല. നബിക്ക് നിൽക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം, താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം തരുന്നല്ല. സമൂഹത്തിൽ ഉന്നതമായ ഒരു സ്ഥാനത്ത്, നിന്നെ പൊസിഷനിൽ, ഒരു നിലപാടിൽ, സമൂഹം അംഗീകരിക്കുന്ന ഒരു നിലപാട് നിന്റെ ജീവിതത്തിൽ നിനക്ക് തരും. അത് അറിവ് നേടുന്ന വ്യക്തികൾക്ക് ഉണ്ടാവും. അതാണ് അറിവിന്റെ മഹത്വമാണ് ഇവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നത് പ്രവാചകന്. അങ്ങനെ നീ ചെയ്താൽ സമൂഹത്തിൽ നിനക്ക് നല്ല ഒരു മഖാമില്, സമൂഹം അംഗീകരിക്കുന്ന മഹമൂദ്, സ്തുതിക്കപ്പെടുന്ന പ്രൈസുവർത്തിയായ മഹമൂദായ ആളുകളാൽ സ്തുതിക്കപ്പെടുന്ന ഒരു സ്ഥാനത്ത്, ഒരു നിലപാടിൽ നിന്നെ അള്ളാഹു നിയമിക്കും എന്നാ പറയുന്നത്. അത് അള്ളാഹു നിയമിക്കാന്ന് പറഞ്ഞാൽ അത് അതിന്റെ വശമാണ്. അവൻ വരും. സമൂഹത്തിൽ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം നിർദ്ദേശിക്കാൻ പ്രവാചകന് കഴിയുന്നു. ആ സമൂഹത്തിന്റെ നേരിലേക്ക് നയിക്കാൻ, സത്യത്തിലേക്ക് നയിക്കാൻ, ആ സമൂഹത്തിന് സാമൂഹികവും സാമ്പത്തികവുമായ സാംസ്കാരികവുമായ വളർച്ച സമൂഹത്തിന് ഉണ്ടാക്കി കൊടുക്കാൻ ആ പ്രവാചകൻ പരിശ്രമിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ആ സമൂഹത്തിൽ സ്വാഭാവികമായും അദ്ദേഹത്തിന് വന്നു കിട്ടുന്ന ഒരു സ്ഥാനമാണത്. അതാണ് അള്ളാഹു നിയോഗിക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹു അദ്ദേഹത്തെ നിയമിക്കാന്നല്ല, അത് അള്ളാഹുവിന്റെ നിയമമാണ്. അത് എന്നാണ് അതിന്റെ പറഞ്ഞതിന്റെ അർത്ഥം. അത് അള്ളാഹുവിന്റെ ലോ ആണ്, അത് അള്ളാഹുവിന്റെ നിയമമാണ്. ഇങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകൾ സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനത്ത്, ഉന്നതമായ പൊസിഷനിൽ, സ്തുതിക്കപ്പെടുന്ന ഒരു സ്ഥാനത്ത് നിയോഗിക്കപ്പെടുക എന്നുള്ളത് അത് ദൈവിക നിയമമാണത്. അത് ഇവിടെ ഉള്ള നിയമം തന്നെയാണ്. ഇപ്പോ തീയിൽ തൊട്ടാൽ പൊള്ളുമെന്നുള്ളത് ഇവിടുത്തെ നിയമമാണത്. അത് അള്ളാഹുവാണ്. അതാണ് അള്ളാഹുവിന്റെ വിധി, അള്ളാഹുവിന്റെ തീരുമാനം എന്നൊക്കെ പറയുന്നത്. ഇവരതല്ല പറയുന്നത്, തീയിന് വെള്ളാകാൻ അള്ളാഹു തീരുമാനിച്ചു എന്ന അങ്ങനത്തെ വിധിയാണ്. അങ്ങനത്തെ അല്ല. ഈ പ്രപഞ്ചത്തിലൊരു നിയമം അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. അതാണ് അള്ളാഹുവിന്റെ വിധി, അതാണ് അള്ളാഹുവിന്റെ തീരുമാനം. തീയിൽ തൊട്ടാൽ എന്താ? അവൻ പൊള്ളും. അതന്നെ. തീയിലാൻ ചാടിയാൽ എന്താണ്? പൊള്ളും. അത് ശക്തമായ തീയാണെങ്കിലോ കരിയും. ഇത് ദൈവിക നിയമമാണ്. അതാണ് ദൈവത്തിന്റെ വിധി, അതാണ് ദൈവത്തിന്റെ തീരുമാനം, അതാണ് ദൈവം ചെയ്യാന്ന് പറഞ്ഞാൽ. പ്രപഞ്ചത്തിലെ നിയമങ്ങൾ, ആ നിയമങ്ങൾ അനുസരിച്ച് കാത്ത് സംരക്ഷിച്ച് ജീവിക്കുക എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. പ്രകൃതിയിലെ പ്രപഞ്ചത്തിലെ നിയമങ്ങളെക്കുറിച്ചും ദൈവികമായ നിയമനിർദ്ദേശങ്ങളെക്കുറിച്ച് അവബോധമുണ്ടാകുക, ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുക. വാഹനം വരുമ്പോൾ ശ്രദ്ധിച്ച് റോഡ് മുറിച്ച് കിടക്കണം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും വാഹനം വരുന്നുണ്ടോ നോക്കിയിട്ട് മുറിച്ചാണ് കിടക്കുക അപ്പുറത്തേക്ക്. അതല്ല, വാഹനം അവിടുന്ന് അങ്ങോട്ടും വളരെ വേഗത്തിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ റോഡ് മുറിച്ച് കിടന്നാൽ എന്താ സംഭവിക്കുക? ചമ്മന്തിയാവും. അതന്നെ. അതാണ് ദൈവിക നിയമം എന്ന് പറയുന്നത്. അതാണ് അള്ളാഹു നിയോഗിക്കുക, അള്ളാഹു നിയമിക്കുക എന്ന് പറഞ്ഞാൽ ഈ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥിതി നീ ഇവിടെ നടപ്പിലാക്കുക. സമൂഹം ഇരുട്ടിലേക്ക് പോകുമ്പോൾ ഈ ഖുർആൻ കൊണ്ട്, ഈ വായന കൊണ്ട് ലോകത്തെ നന്മയിലേക്ക് നയിക്കുക. ഉറക്കമുണർന്ന് അധ്വാനിക്കുക, പരിശ്രമിക്കുക.
ബിഹി എന്ന് പറഞ്ഞാൽ വായിച്ചതുകൊണ്ട്, വായന കൊണ്ട്, അല്ലാതെ സലാത്ത് കൊണ്ട് എന്നല്ല. അതിന് ബിഹ എന്നാ പറയാം. ഓമുർ അഹിലക ബിസ്സലാത്തി വസ്തബിർ അലൈഹ എന്നാണ്, അലൈഹി എന്നല്ല. സലാത്ത് എപ്പോഴും സ്ത്രീലിംഗായിട്ടാണ് ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത്. സലാത്ത് സ്ത്രീലിംഗായിട്ടാണ് ആ പദം ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇനി സലാത്ത് സ്ത്രീയാണെന്നൊന്നും പറയരുത്. അങ്ങനെ സലാത്തിന് വ്യാഖ്യാനിക്കുന്ന ചില ആളുകളെ കേട്ടിട്ടുണ്ട്. അതിപ്പോൾ ഇവിടെ പറയാൻ, നിങ്ങളോട് പറയാൻ എനിക്ക് കഴിയണില്ല. അങ്ങനത്തെ വ്യാഖ്യാനമാണ് അവർ. അപ്പൊ ഇതാണ്. അപ്പൊ മഖാമിന് നോക്കൂ. ഫീഹി ആയാത്തും ബയ്യിനാത്തുൻ മഖാമു ഇബ്രാഹിം. ഇബ്രാഹിമിന്റെ നിലപാടുകളായിട്ട് ആ ബൈത്തിൽ വ്യക്തമായ വചനങ്ങളുണ്ട്. ഫീഹി, അതിലുണ്ട്. ആയാത്തും ബയ്യിനാത്തുൻ, വ്യക്തമായ വചനങ്ങളുണ്ട് അതിൽ. മഖാമു ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ നിലപാട്. അതുകൊണ്ട് ഒമൻ ദഖലഹു ഖദ് ആമിന എന്ന് 397 പറഞ്ഞു. ആ ദീനിൽ ആരെങ്കിലും, ആ ഇൻസ്റ്റിറ്റ്യൂട്ട്, ആ സ്ഥാപനത്തിൽ, അതാണ് ബൈത്ത്, ഇൻസ്റ്റിറ്റ്യൂഷൻ, അതിലാരെങ്കിലും പ്രവേശിച്ചാൽ, ആ സ്ഥാപനത്തിൽ ആരെങ്കിലും, ഈ ഇസ്ലാം ദീനാവുന്ന ആ സ്ഥാപനത്തിൽ ആരെങ്കിലും പ്രവേശിച്ചാൽ അവൻ നിർഭയനായി. ഒരു സമൂഹം അതിൽ പ്രവേശിച്ചാൽ അവന് സുരക്ഷിതത്വവും നിർഭയത്വവുമായി തീർന്നു. കാരണം പിന്നെ അവിടെ അക്രമങ്ങളില്ല, അനീതികളില്ല, ചൂഷണങ്ങളില്ല, അവകാശ നിഷേധങ്ങളില്ല, പീഡിപ്പിക്കപ്പെടലില്ല. ഒരു രാജ്യത്ത് അതൊന്ന് വന്നോക്കട്ടെ, ഒരു രാജ്യം അവിടെ നിർഭയമായി സുരക്ഷിതത്വമായി. അതാണ് സലാത്ത്. സമയം നിശ്ചയിച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമല്ല. ഇതിന്റെ സമയം എന്ന് പറയുന്നത്, സലാത്തിന്റെ സമയം എന്ന് പറയുന്നത്, അതിന് യോഗ്യത എന്ന് പറയുന്നത് ജനിക്കൽ തന്നെയാണ് അതിന്റെ യോഗ്യത. ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ അവൻ ഇതിന് ക്വാളിഫൈഡായി, ഇതിന് യോഗ്യനായി സലാത്ത് നിർവഹിക്കാൻ. ഇതിന്റെ കാലാവധി അതാണ്. ഉച്ചക്ക് 5 മിനിറ്റും 4 മണിക്ക് 5 മിനിറ്റും 6 മണിക്ക് 5 മിനിറ്റും 3 മിനിറ്റും 8 മണിക്ക് 5 മിനിറ്റും രാവിലെ 2 മിനിറ്റും അല്ല. ഇതിന്റെ സമയം ജനനം മുതൽ മരണം വരെയാണ് ഇതിന്റെ കാലാവധി. അതാണ് സലാത്ത്. സമസ്ത മേഖലകളെയും അത് ഉൾക്കൊള്ളുന്ന ഒരു കർമ്മമാണ് സലാത്ത്. അവന്റെ ശാരീരികവും മാനസികവുമായ രണ്ടും കൂടിക്കൊണ്ട് രണ്ടിനെയും കൂട്ടിക്കൊണ്ട് ചെയ്യേണ്ട, സമസ്ത മേഖലകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യേണ്ട ഒരു കർമ്മമാണ് സലാത്ത്. അതാണ് വല്ലദീനഹും ഫീ സലാത്തിഹിം ദായിമൂൻ. അവരവരുടെ സലാത്തിൽ ദായിമായിരിക്കും, സ്ഥിരമായിരിക്കും എന്ന് പറയുന്നു. അത് മനുഷ്യന്റെ ജീവിതത്തെ ഉടനീളം എല്ലാം ഉൾക്കൊള്ളുന്ന, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒന്നാണ് സലാത്ത്. അത് അവന്റെ മനസ്സും ശരീരവും അതിൽ ഉൾപ്പെട്ടുകൊണ്ട് ചെയ്യേണ്ട കർമ്മമാണ്. ഒരു ശാരീരികമായ പ്രകടനം മാത്രമല്ല സലാത്ത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് എപ്പോഴാണ് ചെയ്യേണ്ടത്? ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ അവൻ ചെയ്യേണ്ട അവന്റെ ബാധ്യതയാണ്. ഏതുവരെ ചെയ്യണം? മരണം വരെ അവൻ ചെയ്യണം. ഇതാണ് സലാത്തിന് അള്ളാഹു പറയുന്നു. ഖുർആനിൽ അള്ളാഹു നിർദ്ദേശിക്കുന്ന സമയം അതാണ്. അത് സലാത്ത് ദായിമായിരിക്കണം. അതാണ് പ്രവാചകനോട് പറയുന്നത് ഇവിടെ. അഖിമി സലാത്തല്ലി ദുലൂക്കി ശംസില വസക്കില്ലയിലെ ഖുർആനൽ ഫജ്രി ഇന്ന ഖുർആനൽ ഫജ്രി കാന മശൂദ. ഒരു പ്രഭാതത്തിന്റെ വായന, തീർച്ചയായും ഒരു പ്രഭാതത്തിന്റെ വായന കാന മശഹൂദ, അത് സാക്ഷിയാക്കപ്പെടുന്നതായിരിക്കുന്നു. രാത്രിയിൽ നിന്ന് നീ ഈ ഖുർആൻ കൊണ്ട് ഉണർന്ന് പരിശ്രമിക്കുക. നിന്റെ രക്ഷിതാവ് നിന്നെ ഉന്നതമായ ഒരു സ്ഥാനത്ത്, സ്തുതിക്കപ്പെടുന്ന ഒരു സ്ഥാനത്ത് നിന്റെ രക്ഷിതാവ് നിന്നെ നിയോഗിച്ചേക്കും, നിയമിച്ചേക്കും എന്നല്ലാഹു പറയുന്നത്. അതാണ് ഖുർആനുൽ ഫജ്ർ. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഈ നേരം വെളുക്കലാണെങ്കിൽ നമുക്ക് എങ്ങനെ നേരം വെളുപ്പിക്കാൻ കഴിയാം? എങ്ങനെ നമുക്ക് നേരം വെളുപ്പിക്കാം? ഇപ്പൊ 12 മണിക്ക് എനിക്ക് നേരം വെളുക്കണം എന്നുണ്ട്. സഹായിക്കും ആർക്കെങ്കിലും? ഖുർആൻ പറയണ്ടല്ലോ, ഐനൻ യശ്റബു ബിഹാ ഇബാദുല്ലാഹി. ഞാൻ ഒരിക്കൽ വേറെ നിങ്ങളെ ഒരു ക്ലാസ്സിൽ ഞാൻ കേൾപ്പിച്ചായത്, ഐനൻ യശ്റബു ബിഹാ, ഒരു ഉറവിടം, ഒരു അരുവി, ഒരു ഉറവിടം. ആ ഉറവിടത്തിൽ നിന്ന്, ആ അരുവിയിൽ നിന്ന്, യശ്റബു ബിഹ, അതിൽ നിന്ന് കുടിക്കും. അതിനെന്ന് പറഞ്ഞാൽ ഈ മലയിൽ നിന്നൊക്കെ ഒലിച്ചു വരുന്ന അതുണ്ടല്ലോ,
അരുവിണ്ട ചെറിയ കൈത്തോടുകൾ, അതാണ് അയിനെന്ന് പറയാനല്ലോ. കണ്ണിനും പറയാം. ഒരു മൂസാ നബി പാറയിൽ അടിച്ചപ്പോൾ അതിന് അയിനുണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് മറ്റൊരു ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അവിടെ ഉണ്ട് ഒരു അയിന്. അവരൊരു ഉറവ എന്നാണല്ലോ പറയുന്നത്. ബാക്കി എന്ത് ഉറവ, 12 ഉറവ, മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ മറ്റേ ക്ലാസ്സിൽ വിശദീകരിച്ചു. അപ്പൊ ഈ അയിന് ഒരു ഉറവ, ആ ഉറവയിൽ നിന്ന് എന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന, എനിക്ക് വണങ്ങി ജീവിക്കുന്ന എന്റെ ജനങ്ങൾ കുടിക്കും. അവര് ഉൾക്കൊള്ളും, മനസ്സിലാക്കും. അതാണ് കുടിക്കൽ. അതിൽ നിന്ന് അവർ കുടിക്കും, അതവർ ഉൾക്കൊള്ളും. എന്നിട്ട് എന്ത് ചെയ്യും? വയുഫജ്ജിറൂനഹ, അവർ നേരം വെളുപ്പിക്കും. തഫ്ജീറ, ഒരു നേരം വെളുപ്പിക്കൽ. ഞാൻ ചോദിച്ചല്ലോ, ഈ നേരം വെളുപ്പിക്കലാണെങ്കിൽ ഏത് ഇബാദുർ, അള്ളാഹുവിന്റെ ഏത് ഇബാദുകളാണ് നേരം വെളുപ്പിക്കുക? ആർക്കാ നേരം വെളുപ്പിക്കാൻ കഴിയുക? ആർക്കാണ് നേരം വെളുപ്പിക്കാൻ കഴിയുക? ഒരു മനുഷ്യനും നേരം വെളുപ്പിക്കാൻ കഴിയില്ല ഈ നേരം വെളുപ്പിക്കലാണെങ്കിൽ. നേരെ മറിച്ച് ലോകത്തിന് അറിവിന്റെ, വിജ്ഞാനത്തിന്റെ, സത്യത്തിന്റെ, ന്യായത്തിന്റെ, നീതിയുടെ, ഇതിന്റെയൊക്കെ നേരം വെളുപ്പിക്കലാണെങ്കിൽ അത് അവർക്ക് ചെയ്യാൻ സാധിക്കും. ദൈവത്തിന്റെ ഇബാദുകൾക്ക്, അള്ളാഹുവിന്റെ ഇബാദുകൾക്ക്, അള്ളാഹുവിന് വണങ്ങി ജീവിക്കുന്ന ആളുകൾക്ക് അത് നിർവഹിക്കാൻ കഴിയും. അതാണ് ഫജ്ജറ യുഫജ്ജിറു. ഫജ്ജറ എന്ന് പറഞ്ഞാൽ അത് ചെയ്യാണ്. അവർക്ക് നേരം വെളുക്കല്ല. അല എന്ന രൂപത്തിൽ വന്ന അവരാ ക്രിയ ചെയ്യാണ്. അല്ലമ എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുകയാണ്. അല്ലമ എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുകയാണ്. ആ ക്രിയ അവര് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് ഫജ്ജറ യുഫജ്ജിറു. അവര് പുലരിയാക്കും. തഫ്ജീറ, ഒരു പുലരിയാക്കൽ, ഒരു നല്ല പുലരിയാക്കൽ അവര് പുലരിയാക്കും. അവർ നല്ലൊരു നേരം വെളുപ്പിക്കും എന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയുള്ള വായനയാണ് സഹോദരങ്ങളെ ഈ പറഞ്ഞത്. അത് മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഉടനീളം അവൻ ചെയ്യേണ്ട കാര്യമാണ്. അവന് കഴിവിന്റെ പരമാവധി മനുഷ്യൻ സമൂഹത്തിന്, ചെറിയ വിജ്ഞാനമുള്ള ആള് ഒരു ചെറിയ കാര്യമെങ്കിലും തന്റെ സഹോദരന് അവൻപ്പെട്ട ഇരുട്ടിൽ, ഏതെങ്കിലും ഒരു ഇരുട്ടിൽ നിന്ന് അവനെ മോചിപ്പിക്കാൻ നോക്കുക. ഇങ്ങനെ ഏതേതൊക്കെ അക്രമങ്ങളുണ്ടോ, ഇരുട്ടുകളുണ്ടോ, ആ ഇരുട്ടുകളിൽ നിന്നൊക്കെ കഴിവിന്റെ പരമാവധി തന്റെ സഹജീവികളെ പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമം. രാജ്യത്ത് ഇരുട്ട് വരുമ്പോൾ അതിനുവേണ്ടി ഉണർന്നു പ്രവർത്തിക്കാൻ ഏതുകൊണ്ട് ബിഹി, ആ വായിച്ചതുകൊണ്ട്, ആ പ്രഭാതത്തിന്റെ വായന കൊണ്ട് നീ നിർവഹിക്കുകയും ചെയ്യുക എന്നാണ് ഖുർആൻ പറഞ്ഞത്. എന്താണ് സഹോദരങ്ങളെ? അപ്പൊ ഇവിടെ മഖാമിനാണ്. ഇന്നൽ മുത്തഖീന ഫീ മഖാമിൻ അമീൻ എന്ന് പറഞ്ഞു. മുത്തഖീങ്ങൾ വളരെ സുരക്ഷിതമായ ഒരു സ്ഥാനത്തായിരിക്കും അവര്, നിലപാടിലായിരിക്കും അവര് ഉണ്ടാവുക എന്ന്. സുരക്ഷിതവും നിർഭയവുമായ ഒരു അവസ്ഥയിൽ, ഒരു നിലപാടിലായിരിക്കും മുത്തഖീങ്ങളായ, തെറ്റായ പ്രവർത്തനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന, തെറ്റായ പ്രവർത്തനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ആളുകൾ, തെറ്റായ പ്രവർത്തനങ്ങളിൽ നിന്ന് ഏതൊക്കെ നിലക്ക് അകന്നു നിൽക്കണമെന്ന് സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് അകന്നു നിൽക്കുന്ന ആളുകളുണ്ടോ, അവർക്ക് അവരുടെ ജീവിതത്തിൽ അമീനായ, വളരെ സുരക്ഷിതമായ, നിർഭയമായ ഒരു സ്ഥാനത്ത്, ഒരു നിലപാടിലായിരിക്കും അവർ കഴിയുക എന്നാണ്. നോക്കൂ നിങ്ങൾ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വലിമൻ ഖാഫ മഖാമ റബ്ബിഹി, റബ്ബിന്റെ നിലപാട്, റബ്ബ് തങ്ങളോട് എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്ന്, ആ ദൈവിക വിധിവിലക്കുകളെ, അതാണ് ദൈവത്തിന്റെ മഖാം എന്ന് പറഞ്ഞ ദൈവിക നിലപാടിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് ജന്നത്താണ്, 2 സ്വർഗം. അപ്പോട്ടെ, വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ, രക്ഷിതാവിന്റെ നിലപാടുകൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ താൻ അനുഭവിക്കേണ്ടി വരുമെന്ന വ്യാകുലതയോടുകൂടി, ബേജാറോടുകൂടി അതിൽ നിന്ന് ബേജാറാവുകയും എന്നിട്ട് സ്വന്തം ഇച്ഛകളിൽ നിന്ന് ദൈവികമായ വിധിവിലക്കുകളിലേക്ക് സ്വന്തം ഇച്ഛകളെ തടഞ്ഞുകൊണ്ട് അതിൽ നിന്ന് മുക്തമായിക്കൊണ്ട് ദൈവികമായ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്ത ഒരു മനുഷ്യൻ,
അതാണ് മക്കാമ്. അല്ലാതെ അള്ളാഹു വന്ന് തൻ്റെ മുന്നിൽ നിന്ന ആ സ്ഥാനം അള്ളാന്റെ 2 കാലടികൾ പേടിച്ചിട്ടല്ല. എവിടുന്ന് അത് കിട്ടിയത് എനിക്കറിയാം. വേറൊരു വചനത്തിൽ പറയണ്ടല്ലോ, 1973 ഖാലല്ലദീന കഫറു ലില്ലദീന ആമനു അയ്യുൽ ഫരീഖൈനി ഖൈറു മഖാമ. നിഷേധികളായ ആളുകൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന, ഭൂമിയിൽ സമാധാനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് ചോദിച്ചു, നമ്മളിൽ ഏത് വിഭാഗമാണ് ഖൈറു മഖാമ, ഏറ്റവും നല്ല 2 കാലുകൊണ്ട് കാലടിയിൽ ചവിട്ടി നിൽക്കുന്നു എന്നല്ല, ഏറ്റവും നല്ല നിലപാടുകളിൽ നമ്മളിൽ ആരാണ് എന്നാണ് ചോദിച്ചത്. ഏറ്റവും നല്ല നിലപാട്, ജീവിതത്തിൽ ഏറ്റവും നല്ല സ്ഥാനത്ത് നിലനിൽക്കുന്നവർ, നിലകൊള്ളുന്നവർ നമ്മളിൽ 2 കൂട്ടരിൽ ആരാണ് എന്നാണ് അവർ ചോദിച്ചത്. ഇവിടെ നോക്കൂ, ഞാൻ പറഞ്ഞല്ലോ, മഖാമ് എന്ന് ഖുർആൻ ഉപയോഗിച്ച സ്ഥലങ്ങളൊക്കെ ഇവരെന്ത് ചെയ്തു? ഇവര് മറന്നുകൊണ്ടാണ്. വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിം മുസല്ല എന്നുള്ളടത്ത് മാത്രം ഇവർ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു? അവിടെ മാത്രം ഇവർ കൊണ്ടുപോയി എന്ത് ചെയ്തു? 2 കാലടികളാക്കി. ഇനി സഹോദരങ്ങളെ, കാലടികളെ പിന്തുടരുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? കാലടികളെ പിന്തുടരുക എന്ന് പറഞ്ഞാൽ തന്നെ കാലടികളല്ലല്ലോ, നീ കാലടി തന്നെ വെച്ചോളൂ. ഒരു മഹാന്റെ കാൽപാദങ്ങളെ പിന്തുടരുക, കാലടികളെ പിന്തുടരുക എന്ന് പറഞ്ഞാൽ എന്താ? ഇത് മുസല്ല നിസ്കാരാക്കിയപ്പോഴാണ് അവിടുത്തെ പ്രശ്നം വന്നതേ. മുസല്ല എന്ന് പറഞ്ഞാൽ, സല്ല എന്ന് പറഞ്ഞാൽ പിന്തുടരുക, ദൈവിക വിധിവിലക്കുകളെ പിന്തുടരലും ഇഖാമത്തു സലാത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ഥാപനമാക്കി മാറ്റിയാൽ ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ മുസല്ല എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാനുള്ള സ്ഥലം എന്നാക്കി മാറ്റി. സല്ലക്ക് നിസ്കാരം എന്നും ആക്കി, മുസല്ല നിസ്കരിക്കാനുള്ള സ്ഥലം എന്നും ആക്കി. അപ്പൊ പിന്നെ ഈ മക്കാമിനെ എങ്ങനെയാണ് ഇപ്പൊ വ്യാഖ്യാനിക്കുക? അപ്പൊ അദ്ദേഹം നിന്ന് നിസ്കരിച്ച സ്ഥലം എന്നാക്കി മക്കാമിനെ. ഇവിടെ പ്രശ്നം, ഒരു സ്ഥലത്ത് അങ്ങോട്ട് മാറ്റിയാൽ മറ്റേ സ്ഥലം ശരിയാവൂല. അപ്പൊ പിന്നെ പണ്ട് ഏതോ ഒരാൾ ചെയ്തതുപോലെ ചെയ്യേ പറ്റുള്ളൂ. കുറെ കാലം മടക്കി വെച്ച ഒരു പായ നിവർത്തണമെങ്കിൽ ഒരു തല നിവർത്തി വരുമ്പോൾ മറ്റേ തല മടങ്ങിയിട്ടുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചു, പണ്ടത്തെ ഈ ഓലപ്പായുണ്ട്. ദീർഘകാലം മടക്കി വെച്ചിട്ട് ആദ്യമായിട്ട് എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഒരു ഭാഗം മടക്കി, ഒരു ഭാഗം നമ്മൾ നിവർത്തി വരുമ്പോഴത്തിന് മറ്റേ ഭാഗം മടങ്ങി വന്നിട്ടുണ്ട്. ആ ഭാഗത്ത് നിന്ന് നിവർത്തി വരുമ്പോഴത്തിന് ഈ നിവർത്തിയിട്ട ഭാഗം മടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഒരാൾ എന്ത് ചെയ്തു? ഒരു തലക്കാണ് കടിച്ചു പിടിച്ച്, ഒരു തലക്കെ കാലുകൊണ്ടും ചവിട്ടിയിട്ട് ഒറ്റ കമിഴ്ന്ന് വീഴലാണ്. ഇതുപോലെയാണ് ഖുർആനിന്റെ ആശയങ്ങൾ അട്ടിമറിക്കുമ്പോൾ അത് ശരിയാവൂല. അത് ഒരു തലക്ക് കേട് വന്ന, ഒരു തലക്ക് നമ്മൾ ശരിയാക്കി വരുമ്പോഴത്തേനും മറ്റേ തല അതെന്താവും? കേട് വരും, നീ വരൂല. ഇത് ഈ അവസ്ഥയാണ് നമ്മുടെ ഖുർആൻ പരിഭാഷയിൽ കാണുന്നത്. ഖുർആൻ പരിഭാഷയിൽ അതാ കാണുന്നത്. നാളെ ഞാൻ സൂചിപ്പിച്ചില്ല, ഒരു സ്ഥലത്ത് ലിസാന്റെ നാവ് എന്ന് വെച്ചു, ഒരു സ്ഥലത്ത് ഭാഷ എന്ന് വെച്ചു. മൂസാനബിയുടെ ലിസാൻ എന്ന് പറഞ്ഞാൽ മൂസാനബിയുടെ നാവന്, മൂപ്പര് നാവിൽ എന്തോ കൊഞ്ഞപ്പട്ടുണ്ടായിരുന്നു എന്നൊക്കെ. വഹലുലൊക്കെ തമ്മിൽ ലിസാനി. ഒരു ഉദാഹരണം, ചെറിയൊരു ഉദാഹരണം പറയാം. അപ്പുറത്ത് ചെന്നപ്പോ അതിന്റെ ചോട്ടിൽ ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ വഷ്തുദലി അസിരി എന്ന് പറഞ്ഞാൽ എന്റെ തോളിന് ശക്തി തരണേ എന്ന് പറഞ്ഞാൽ തോളെന്താ ചെരിഞ്ഞിട്ടായിരുന്നോ? ഏതോ ചില സിനിമാ നടന്മാരില്ലേ ചെരിഞ്ഞിട്ട്, തോളെന്താ ചെരിഞ്ഞിട്ടായിരുന്നു നടന്നിരുന്നത് മൂസാ നബി. അപ്പൊ അതിനൊന്ന് ബലം കൊടുത്ത് ഒന്ന് ശക്തി അങ്ങനെ ഒന്ന് നിവർത്തി തരണം എന്നാണോ? ഇങ്ങനെയാണ് ഖുർആനിന്റെ ആശയങ്ങളെ ആശയതലത്തിൽ അയാളുടെ ഭാഷ എന്ന് പറഞ്ഞാൽ എന്താണെന്നോ, അയാളുടെ ശബ്ദം എന്ന് പറഞ്ഞാൽ എന്താണെന്നോ മനസ്സിലാക്കാതെ പ്രവാചകന്റെ ശബ്ദത്തിന്റെ മുകളിൽ ശബ്ദം ഉയർത്തരുത് എന്ന് പറഞ്ഞ ഒരു വോളിയം കോമ്പറ്റീഷൻ ആക്കി, ശബ്ദം മത്സരാക്കി മാറ്റി. സഹാബികളും നബിയും തമ്മിൽ ശബ്ദ മത്സരമാക്കി. അങ്ങനെ ശബ്ദ മത്സരം നടത്തുമ്പോൾ പ്രവാചകന്റെ ശബ്ദത്തിന്റെ മുകളിൽ ശബ്ദം വരുത്തരുത് എന്നുള്ള കൽപ്പനയാക്കി മാറ്റി. ഖുർആൻ എന്താണ് അതുകൊണ്ട് പറഞ്ഞതെന്ന് മനസ്സിലാക്കില്ല. മനിസ്തതാത്തബി സൗത്തിക്ക എന്ന് പറഞ്ഞു. നിന്റെ ശബ്ദം കൊണ്ട് കഴിയുന്നത്ര അവരെ പ്രകോപിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒച്ചട്ടോന്ന് അതിന്റെ അർത്ഥം. എന്താ ശബ്ദം? അതൊക്കെ ഞാൻ ദാർശനികമാനം എന്ന് പറയുന്ന എന്റെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഖുർആനിന്റെ ആശയത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുമ്പോൾ
അത് വിശദീകരിക്കാനും മനസ്സിലാക്കി കൊടുക്കാനും നമ്മൾ പ്രയാസപ്പെടും. ഇത് ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് സൂചന തന്നു. നിരവധി ഖുർആൻ ഏതൊരു വചനം പരിശോധിച്ച് നോക്കിയാലും അതൊക്കെ വികലമാക്കി വികൃതമാക്കിയിട്ടാണ് ഇവിടെ എഴുതപ്പെട്ടിട്ടുള്ളത്, വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. ഏതൊരു വചനം എടുത്തു നോക്കിയാലും. അങ്ങനെ നമ്മൾ ഒന്നോ രണ്ടോ ഉദാഹരണം അല്ലെങ്കിൽ 10 100 ഉദാഹരണം കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട വിഷയമല്ലാതെ. അപ്പൊ മുസല്ല എന്നുള്ളതിന് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ നിങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ട് സലാത്തുമായി ഫലാ സദ്ദക വലാ സല്ലാ വലാകിൻ കദ്ദബ വതവല്ല. പിന്തിരിഞ്ഞു പോവുക എന്നുള്ളതിന്റെ വിപരീതമായിട്ട് സല്ല പിന്തുടരുക, അത് പിന്തുടരേണ്ടത് അള്ളാഹുവിന്റെ വിധിവിലക്കുകളെയാണ് എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിമിന്റെ മഖാമാണ് മുസല്ലയാക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മുസല്ല, പിന്തുടരുന്നവൻ മുസല്ലി, ഏതിനെയാണോ പിന്തുടരേണ്ടത് അത് മുസല്ല. മുർസിൽ എന്ന് പറയും പോലെ, മുഅല്ലിമു മുഅല്ലമു എന്നൊക്കെ പറയും പോലെ, മുർസിൽ അയക്കുന്നവൻ, മുർസൽ അയക്കപ്പെട്ടവൻ എന്നപോലെ മുസല്ലി പിന്തുടരുന്നവൻ, മുസല്ല പിന്തുടരപ്പെട്ടവൻ അല്ലെങ്കിൽ പിന്തുടരപ്പെടേണ്ടവൻ, പിന്തുടരപ്പെടേണ്ട ആശയം എന്നൊക്കെ പറയും. വ്യക്തിക്കും പറയാം, ആശയത്തിനും. അപ്പൊ അതിനെയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. അപ്പൊ നോക്കൂ എങ്ങനെ ഖുർആനിൽ നിന്ന് ഈ സ്ഥലം എന്നുള്ളതിന് ഖുർആനിൽ ഉപയോഗിച്ചത് മുഖാമാണ്. മാക്ക് ഉകാരട്ടിട്ട് പറയണം, മഖാമല്ല, മുഖാമ് ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഖാലത്ത് ത്വായിഫത്തുൻ മിൻഹും യാ അഹ്ല യഥ്രിബ ലാ മുഖാമ ലക്കും ഫർജിഉ, നിങ്ങൾക്ക് ഇവിടെ മുഖാമില്ല, മടങ്ങിപ്പോയിക്കോളൂ. അവിടെ അവർക്ക് താമസിക്കാനുള്ള സ്ഥലം, അവിടെ പ്ലേസാണ്, സ്ഥലമാണ്. ഇന്നഹാ സാഅത്ത് മുസ്തഖറം വ മുഖാമ, അവിടെ മുഖാമ എന്ന് പറഞ്ഞത്. ഹസനത്ത് മുസ്തഖറം വ മുഖാമ 25 66 25 76 പറയുന്ന അവിടെ 25 66 25-ാം അധ്യായം 76-ാം വചനത്തില് 33-ാം അധ്യായം 13-ാം വചനത്തില് ഒക്കെ മുഖാമ എന്ന് ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഉകാരമിട്ടതും അകാരമിട്ടിട്ടും പറഞ്ഞ അർത്ഥം ഒരു വ്യത്യാസവും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കരുത്, അർത്ഥവ്യത്യാസമുണ്ട്. അപ്പൊ ഖുർആനിൽ മഖാം എന്ന് ഉപയോഗിച്ചത് അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ്, അദ്ദേഹത്തിന്റെ പൊസിഷൻ, നിലപാട്, ഇതൊക്കെയാണ് അതിന്റെ അർത്ഥം. അതാണ് പ്രവാചകനെ സ്തുതിക്കപ്പെടുന്ന, മഹ്മൂദായ, സ്തുതിക്കപ്പെടുന്ന ഒരു സ്ഥാനത്ത്, അത് രാത്രിയും പകലൊക്കെ ഇങ്ങനെ നിസ്കരിച്ചാണക്ക് നല്ല സ്തുതിക്കപ്പെടുന്ന സ്ഥാനം കിട്ടുന്നല്ല. ഞാൻ 24 മണിക്കൂർ നിസ്കരിച്ച എനിക്ക് എന്ത് സ്തുതിക്കപ്പെടുന്ന സ്ഥാനം കിട്ടും? സ്തുതിക്കപ്പെടുന്ന സ്ഥാനം പോയിട്ട് വീട്ടിൽ നിന്ന് വരെ എതിർപ്പാക്കാറ്. ഈ മനുഷ്യൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യണില്ല, അധ്വാനിക്കണമില്ല, കുട്ടികളെ പോറ്റണമില്ല, കുടുംബത്തിനെ പോറ്റണമില്ല, രാജ്യത്തിനും സമൂഹത്തിനും വേണ്ടി ഒന്നും ചെയ്യണില്ല, വെറും ഈ ദിക്റും തൊഴയായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ മഹ്മൂദ് അല്ല കിട്ടുക. മഖാമം മഹ്മൂദിലല്ല എത്തുക, മഖാമം മദ്മൂമിലാണ് എത്തുക. മദ്മൂമിലാണ് എത്തുക, മഖാമം മഹ്മൂദിലല്ല എത്തുക. ആക്ഷേപിക്കപ്പെടുന്ന ഒരു സ്ഥാനത്താണ് എത്തിപ്പെടുക. സമൂഹത്തിൽ ആക്ഷേപിതനും, കുടുംബത്തിൽ വരെ മദ്മൂമായി മാറും. നേരെ മറിച്ച് ഒരു മനുഷ്യൻ, നിങ്ങൾ ഈ ഖുർആൻ തന്നെ പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല, ജീവിതത്തിൽ മൂല്യങ്ങൾ അനുസരിച്ച് ജീവിച്ചു നോക്കാണി. ഈ 4 പുരോഹിതന്മാര് നിങ്ങളെ വെറുത്താലും സമൂഹത്തിൽ കോടാനുകോടി ജനങ്ങൾ വേറുണ്ട്, നിങ്ങളുടെ നാട്ടിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾ വേറുണ്ട്, അവര് നിങ്ങളെ അംഗീകരിക്കും. എന്തൊക്കെ തന്നെ പറഞ്ഞാലും ആ മനുഷ്യൻ നല്ല മനുഷ്യനാണ്, സത്യസന്ധനാണ്, നീതിബോധമുള്ളവനാണ്, ആരെയും ഉപദ്രവിക്കാത്തവനാണ്, കഴിയുന്നത്ര തന്റെ സഹജീവികൾക്ക് ഉപകാരം ചെയ്യുന്നവനാണ്. അംഗീകരിക്കപ്പെടുന്ന സ്ഥാനം കിട്ടും സമൂഹത്തില്. ഖുർആൻ പറഞ്ഞ ഈ 4 പുരോഹിതന്മാരേക്കും ചിലപ്പോൾ വെറുപ്പ് കിട്ടിയെന്ന് കരുതി അത് നിങ്ങൾ കാര്യാക്കണ്ട. പുരോഹിതന്മാർ ചിലപ്പോ 4 പുരോഹിതന്മാർ ചിലപ്പോ വെറുത്തെന്ന് വരും. അവരുടെ ജീവിതം മുട്ടിക്കാനുള്ള പ്രവർത്തനാണെന്ന് വിചാരിച്ചിട്ട് അവർ തെറ്റിദ്ധരിച്ചു. അത് തെറ്റിദ്ധാരണയാണ് സത്യത്തില്. ഇതിനേക്കാൾ സുഖമായി അവർക്ക് ജീവിക്കാൻ പറ്റുക ചെയ്യാം. 10,000 10,000 അല്ലെങ്കിൽ ലക്ഷമോ കോടിയോ ഒക്കെ സമ്പാദിച്ച് സ്വന്തം സ്വാർത്ഥതയോടുകൂടി സമ്പാദിച്ച് അത് അനുഭവിച്ച് ജീവിക്കുന്നതിനേക്കാൾ ഒരു സമൂഹത്തിൽ സമാധാനവും സുരക്ഷിതത്വവും സ്നേഹവും
ആക്രമിക്കപ്പെടാത്തതുമായ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന സുരക്ഷിതത്വ ബോധം കിട്ടുകയാണ്. അതിനേക്കാളും 1 കോടി തരുന്നതിനേക്കാളും മെച്ചം ഒരു സമൂഹത്തിൽ താൻ ആക്രമിക്കപ്പെടുകയില്ല എന്നും താൻ ചൂഷണം ചെയ്യപ്പെടുകയില്ല എന്നും താൻ പട്ടിണി കിടക്കുകയില്ല എന്നും തൻ്റെ മക്കളും പെൺമക്കളും ആക്രമിക്കപ്പെടുകയില്ല എന്നും അവരൊക്കെ സുരക്ഷിതരാണ് എന്നുള്ള ബോധത്തോടുകൂടി കിടന്നുറങ്ങലും ആ സമൂഹത്തിൽ ജീവിക്കലുമാണ് 1 കോടി കിട്ടിയിട്ട് അക്രമികളായ ഒരു സമൂഹത്തിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത്. ഈ കോടി അനുഭവിക്കാൻ കഴിയില്ല അവനെ. അത് ഇവർ തിരിച്ചറിയുക. അതാ ഞാൻ പറയുന്നത്, തെറ്റിദ്ധാരണയാണത്. കേവല ആചാരാനുഷ്ഠാനങ്ങളാണ് മതമെന്ന് മനസ്സിലാക്കിയത് തെറ്റിദ്ധാരണയാണെന്ന് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് രക്ഷ എന്ന് വിചാരിക്കുന്നത് തെറ്റാണെന്ന് പറയുന്നത്. പക്ഷേ ഖുർആനിന്റെ മൂല്യങ്ങൾ അതിലേക്ക് തിരിച്ചു പോകുന്നതാണ് സമൂഹത്തിനും ഇയാൾക്ക് തന്നെയും ആത്യന്തികമായി ഗുണകരമായിട്ടുള്ളത്. അത് ഈ സമൂഹം മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ സലാത്തുമായി ബന്ധപ്പെട്ട സമയത്തെക്കുറിച്ച് പറഞ്ഞ വചനങ്ങളാണ് ഞാൻ നിങ്ങളെ ഓതിക്കേൾപ്പിച്ചത്. ഇനി സമയം പറയുന്നത് സൂറത്ത് നൂറിലെ ഒരു വചനവും പിന്നെ നിസായിലെ 101 സമയം പറയണില്ല. അവിടെ ഒരു യുദ്ധ നമസ്കാരം എന്ന് പറയുന്ന ഒരു നമസ്കാരമുണ്ട്. അവിടെ കിതാബം മൗക്കൂത്ത എന്ന് വഖത്ത് എന്നുള്ള ഒരു പദം വന്നിട്ടില്ലേ, അതിനല്ലേ മൗക്കൂത്ത് വന്നിട്ടുള്ളത് എന്ന ഒരു വിശദീകരണവും വരേണ്ടതുണ്ട്. ഇത് രണ്ടും കൂടി വന്നാലേ ഈ വിഷയം അവസാനിപ്പിക്കാൻ കഴിയുള്ളൂ എന്നെനിക്കറിയാം. നേരത്തെ ഞാൻ പറഞ്ഞു, മറ്റേ സൂറത്തു അൽ ബഖറയിലെ ആയത്ത് പറഞ്ഞു, ഹാഫിളു അലസ്സലവാത്തി വസ്സലാത്തുൽ ഉസ്ത വഖൂമു ലില്ലാഹി ഖാനിത്തീൻ എന്ന് പറഞ്ഞു. അവിടെ സലാത്തുൽ ഉസ്തയുടെ മഹത്വം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഒരു വിട്ടുവീഴ്ച സമീപനം, ഒരു മധ്യമ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. മധ്യമ നിലപാട് സ്വീകരിക്കാതെ വിജയിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു വന്നു നേരത്തെ എന്റെ ക്ലാസിന്റെ തുടക്കത്തിൽ ആരംഭത്തിൽ ഞാൻ പറഞ്ഞു. അത് ഒരു കുടുംബത്തിലാണെങ്കിൽ രക്ഷപ്പെടും. ഒരു മധ്യമ നിലപാട് സ്വീകരിക്കാതെ, ഒരു വിട്ടുവീഴ്ച മനസ്ഥിതി സ്വീകരിക്കാതെ. ക്രൂരനായ ഒരു പിതാവിന്റെ മക്കള് പുറത്തേക്ക് അനങ്ങിയ അടി, 6 മണി കഴിഞ്ഞ് വീട്ടിന്റെ ഉള്ളിൽ കയറിയിട്ടില്ലെങ്കിൽ പൂശ. കർക്കശമായ നിയമങ്ങൾ കൊണ്ട് വരിഞ്ഞു മുറുക്കിയ ഒരു രക്ഷിതാവിന്റെ മക്കള് നിങ്ങൾ നോക്കിക്കോളൂ. അവർക്ക് സ്വയം പര്യാപ്തിയായ പിടിച്ചാൽ കിട്ടൂല. അവർ അതുവരെ അവർ ഈ പീഡനവും കർക്കശമായ നിയമങ്ങൾക്ക് ഉള്ളിൽ നിന്നു വരും. പക്ഷേ ഒരു ബുസ്തയായ ഒരു മധ്യമ നിലപാട്, ഒരു സോഫ്റ്റായ ഒരു മോഡറേറ്റായ സമീപനമാണ് അവരോട് സ്വീകരിക്കുന്നതെങ്കിൽ അതെന്നും നിലനിൽക്കും. അത് അവർക്ക് അവരുടെ ജീവിതത്തിൽ അത് വഴികാട്ടിയാവും, മെച്ചപ്പെടും. അവരത്തരം നിയമങ്ങൾക്ക് അനുസരിക്കും. ഒരു മധ്യമ നിലപാട് സ്വീകരിക്കുന്ന കുട്ടികളിൽ നിന്നാണ് റെസ്പെക്റ്റും പഠനവും അനുസരണവും ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റത് അടി കിട്ടിയാൽ അവരുടെ ഒരു കണ്ണ് തിരിഞ്ഞു കണ്ടൊരു പോക്കുണ്ട്. അപ്പൊ അവരുടെ മനസ്സിൽ കാണിച്ചു തരാന്നുള്ളതായിരിക്കും. നമ്മൾ ശപിച്ചുകൊണ്ടാണ് പോണത്. അനുസരിക്കാൻ അവർ തയ്യാറല്ല. നിർബന്ധിതമായി ആ വാള് അവരുടെ മുകളിൽ നിൽക്കുമ്പോൾ മാത്രമേ അവരനുസരിക്കുള്ളൂ. അതിന് പുറത്തുപോയാൽ അവരതിനനുസരിക്കില്ല. ഇപ്പൊ ഞാൻ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ അതേപോലെ മനസ്സിലാക്കണം എന്ന് വന്നാൽ, ഇത് ഇങ്ങനെ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതിയാവുള്ളൂ എന്ന് എന്നോട് പറഞ്ഞാൽ തയ്യാറാകും. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം നിങ്ങൾ ഇതേപോലെ തന്നെ മനസ്സിലാക്കണം. അല്ലെങ്കിൽ കർക്കശമായ നിയമങ്ങളിലൂടെ ഇതേപോലെ തന്നെ നിങ്ങൾ നടപ്പിലാക്കുക, അനുസരിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞാൽ ശരിയാവൂല. മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മൾ മനസ്സിലാക്കിയതല്ലേ, ഇതുകൊണ്ടല്ലേ ഗുണം, ഇതല്ലേ ശരി, ഇതല്ലേ നമുക്ക് ഗുണകരമാവുക, ഇതല്ലേ സമൂഹത്തിന് ഗുണകരമാവുക, ഇതല്ലേ അതിൻ്റെ ആശയത്തോട്, ഖുർആനിൻ്റെ ആശയത്തോട്, അതിൻ്റെ യുക്തിയോട്, അതിൻ്റെ പ്രായോഗികതയോട്, ദൈവിക നീതിയോട് ഏറ്റവും അനുയോജ്യമായത് ഇതല്ലേ നല്ലത്, സമൂഹത്തിന് ഇതല്ലേ നല്ലത് എന്ന നിലയ്ക്ക് അവരെ മനസ്സിലാക്കിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തേണ്ടത്. അതാണ് ഒരു മോഡറേറ്റ് സമീപനം. ദൈവിക വിധിവിലക്കുകളുടെ ഒരു മോഡറേറ്റ് നിലപാട്, സമീപനമായിരിക്കണം. അതാണ് സലാത്തുൽ ഉസ്ത. അതാ ഖുർആൻ പറഞ്ഞത്, അതാണ് ഖുർആൻ പറഞ്ഞത്. അതാണല്ലോ പ്രാർത്ഥന കൊണ്ട് എന്ത് കിട്ടുന്നാ പറയുന്നത്. ഇത് ഞാൻ എപ്പോഴും പറയാറ്. എന്താ പ്രാർത്ഥന കൊണ്ട് കിട്ടുക? പ്രാർത്ഥനകൾ കൊണ്ട് എന്ത് നേടാനാകുന്ന നിങ്ങൾ പറയുന്ന സഹോദരങ്ങൾ? എന്തെങ്കിലും പ്രാർത്ഥനകൾ കൊണ്ട് നേടിയിട്ടുണ്ടോ? ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഡോക്ടർ എന്താ ആഗ്രഹിക്കുക? പടച്ചവനോട് പ്രാർത്ഥിക്കുക, പടച്ചവനെ കുറച്ച് രോഗികളെങ്കിലും ഒന്ന് ഉണ്ടാക്കി തരണമെന്നല്ലേ രാവിലെ.
ഒരു രോഗി നാട്ടിൽ ഒരു രോഗി ഉണ്ടാകരുത് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഡോക്ടർ ജീവിക്കുക? നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത് പഠിച്ചോനെ ഒരു രോഗവും തരരുതേ എന്നല്ലേ? ഒരു രോഗവും തരുത്, മാരകമായ ഒരു രോഗവും തരരുത് ഞങ്ങൾക്ക് എന്നല്ലേ ഓരോ മനുഷ്യനും പ്രാർത്ഥിക്കുന്നത് പഠിച്ചോനോട്? ഇത് രണ്ടും കൂടി എങ്ങനെ കേൾക്കാൻ നീ പഠിച്ചോന്? ഇത് രണ്ടും കൂടി എങ്ങനെ അള്ളാഹു കേൾക്കും? കേൾക്കാൻ കഴിയില്ല. ഈ ഡോക്ടർക്ക് തന്നെ വിശ്വാസമുണ്ടോ പ്രാർത്ഥിച്ചാൽ കിട്ടുന്നു? അങ്ങനെയാണെങ്കിൽ ഈ രോഗികളെ ചെല്ലുമ്പോൾ ഡോക്ടറും രോഗിയും കൂടിയും പറയണ്ടേ ഞാനും നിങ്ങളും കൂടിയാണ് പ്രാർത്ഥിച്ചിരിക്കുക നമുക്ക്, അതുകൊണ്ടാണ് ശരിയായിക്കോളും. അല്ലാതെ ഇനിയിപ്പോൾ അതിന് കൂടുതൽ മരുന്നും ഓപ്പറേഷനും കാര്യങ്ങളൊന്നും വേണ്ട, നമുക്ക് രണ്ടു കൂട്ടർക്കും കൂടിയാണ് ഇരുന്ന് പ്രാർത്ഥിക്കാന്ന് പറയുന്നത്. ഇല്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഒരു ധ്യാന കേന്ദ്രങ്ങളുടെയും അതുപോലെ തന്നെ ജാറങ്ങളുടെയും അതുപോലെയുള്ള പുണ്യകേന്ദ്രങ്ങളുടെയൊക്കെ എല്ലാ പുണ്യകേന്ദ്രങ്ങളുടെയും എല്ലാ ആൾ ദൈവങ്ങളുടെയും ഒക്കെ എല്ലാവരും ഹോസ്പിറ്റലിൽ നടത്തുന്നുണ്ടല്ലോ. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ നടത്തുന്നത് എല്ലാവരും അതാ നടത്തുന്നത്. എന്തുകൊണ്ടാണത്? ഈ ആൾ ദൈവങ്ങൾ, ആളുകൾക്ക് മോക്ഷം കൊടുക്കുന്ന ആൾ ദൈവങ്ങളെ വിശ്വസിക്കുന്നുണ്ടോ? ഞങ്ങളാണ് മോക്ഷം കൊടുത്തവർക്ക് എല്ലാ പ്രശ്നവും പരിഹരിക്കുന്നത്, അതുകൊണ്ട് ഇവിടെ ഹോസ്പിറ്റൽ വേണ്ട. ഏറ്റവും വലിയ ഹോസ്പിറ്റൽ അവരാണ് നടത്തുന്നത്. ധ്യാന കേന്ദ്രങ്ങളോട് തൊട്ട് ഏറ്റവും വലിയ ഹോസ്പിറ്റലുകളാണ്. അപ്പൊ അതെന്താണത്? പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടുന്ന പറയുന്നത്? പ്രവർത്തിച്ചാലേ കിട്ടുള്ളൂ. അതാണ് ഖുർആനിന്റെ തത്വം. അതാണ് ചെറിയൊരു അധ്യായം എല്ലാവർക്കും അറിയണല്ലോ. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വ അമിലു സ്വാലിഹാത്ത്. സമൂഹത്തിൽ പരിഷ്കരണ പ്രക്രിയകൾ, പ്രവർത്തനങ്ങൾ ചെയ്യാത്ത ആളുകൾക്കൊക്കെ കാലത്തിന്റെ ലോക ചരിത്രത്തിൽ നിന്ന്, കാലത്തിന്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ നോക്കിയാൽ അറിയാം നഷ്ടത്തിലാണ്. പ്രാർത്ഥിച്ചിട്ട് ഒരു സമൂഹത്തിനും പുരോഗതി ഉണ്ടായിട്ടില്ല. ഉണ്ടെങ്കിൽ പറയും. ലോകത്ത് ഇന്ന് വരെ വന്ന ഈ പുരോഗതി മുഴുവൻ ഒരു മുട്ടുസൂചി തൊട്ടിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങൾ ഏതുണ്ടോ അതുവരെയൊക്കെ മനുഷ്യന്റെ അധ്വാനമാണ്, പരിശ്രമമാണ്. പ്രാർത്ഥന കൊണ്ട് കിട്ടിയതൊന്നുമില്ല. മനുഷ്യന്റെ നിരന്തരമായ അധ്വാനവും പരിശ്രമവും അവന്റെ നിരന്തരമായ വിജ്ഞാനം നേടലും കണ്ടെത്തലുകളുമാണ് മനുഷ്യൻ ഇന്നേ വരെ നേടിയ പുരോഗതികൾ മുഴുവൻ. അതാണ്, അധ്വാനാണ് വേണ്ടത്. അമലാണുണ്ടെങ്കിൽ അതിന്റെ ഫലം അവന് കാണും. അത് ചിലപ്പോ ദോഷമായിരിക്കും, ചിലപ്പോ ഗുണകരമായിരിക്കും. രണ്ടായാലും റിസൾട്ട് ഉണ്ടാവും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫലം ഉണ്ടാവും. അപ്പൊ പ്രാർത്ഥന കേൾക്കാൻ അള്ളാഹു നിന്നാൽ തന്നെ പോയി കാര്യം എന്നാ ഞാൻ പറയുന്നത്. എല്ലാം അള്ളാഹു തന്നിക്കണല്ലോ. ഖുർആനിൽ അതാണല്ലോ പറയുന്നത്, വാതൈതും കുല്ലമാ സഅൽതും, നിങ്ങൾ ചോദിച്ചതൊക്കെ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. എന്താ? ഭൂമിയിൽ എല്ലാം ഉണ്ട്, ഈ പ്രപഞ്ചത്തിൽ എല്ലാം ഉണ്ട്. ഇനി മനുഷ്യൻ അറിവിലൂടെ, അധ്വാനത്തിലൂടെ, പരിശ്രമത്തിലൂടെ അത് നേടിയെടുക്കാനാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ അതിന്റെ ഗുണഫലങ്ങൾ, അവന്റെ റിസൾട്ട് അവന് കിട്ടും. പ്രാർത്ഥിച്ചാൽ ഒരു റിസൾട്ടും കിട്ടൂല. അതാ അത് കിട്ടൂല എന്ന് ഇവർക്ക് തന്നെ അറിയാലോ, പുരോഹിതന്മാർക്ക് തന്നെ അറിയാതെ കിട്ടൂല. കിട്ടുമെങ്കിൽ അവര് ചെയ്യേണ്ടതല്ലേ? അതല്ലേ? കിട്ടുമെങ്കിൽ അവരല്ലേ ചെയ്യുക സഹോദരങ്ങളെ? ആരാണ്? കിട്ടൂല എന്നുള്ളതിന് പുരോഹിതന്മാരുടെ പ്രവർത്തനം തന്നെ തെളിവല്ലേ? അള്ളാഹു അശരണരെയും അനാഥകളെയും ആവശ്യക്കാരെയും സഹായിക്കാൻ, മാതാപിതാക്കളെ സംരക്ഷിക്കാനും ഒക്കെയല്ലേ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൽ നിരവധി സ്ഥലങ്ങളിൽ ആവശ്യപ്പെട്ട കാര്യമല്ലേ അത്? മിസ്കീനുകളെ സഹായിക്കണം, യതീമുകളെ സഹായിക്കണം, സായിലീങ്ങളെ സഹായിക്കണം, ഇങ്ങനെ ഫുഖറാകളെ സഹായിക്കണം. ഇങ്ങനെ സമൂഹത്തിലെ അശരണരെയും ആവശ്യക്കാരെയും അനാഥരെയും ദുർബലരെയും സഹായിക്കാനും സംരക്ഷിക്കാനുമാണ് ഖുർആനിൽ നിരവധി സ്ഥലങ്ങളിൽ ആവശ്യപ്പെടുന്നത്. അല്ലാതെ അനുഗ്രഹങ്ങൾ കിട്ടിയ ആളോട്, ദൈവികമായ സുഖസൗകര്യങ്ങളും അനുഗ്രഹങ്ങളും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കിട്ടിയ ഒരാളോട്, ഉള്ള സാമ്പത്തികമായി ഉള്ള ഒരു മനുഷ്യനോട്, അള്ളാഹു നൽകിയ അവന്റെ ആ വിഭവങ്ങളിൽ നിന്ന് ഇല്ലാത്തവന് നൽകി അവനെ സഹായിക്കാനും സാമ്പത്തികമായ ഒരു സന്തുലിതത്വത്തിലേക്ക് കൊണ്ടുവരാനും അല്ലേ അള്ളാഹു ആവശ്യപ്പെടുന്നത് ഖുർആനിലുടനീളം. എന്നാ ഈ മതത്തിലും അള്ളാഹുവിലും വിശ്വസിക്കുന്നു എന്നും
മതത്തിൽ ഭയങ്കര പാണ്ഡിത്യമാണ് ഞങ്ങൾക്ക് എന്നും അവകാശപ്പെടുന്ന ഈ പുരോഹിതന്മാരുണ്ടല്ലോ, ഇവർ അള്ളാഹു മനുഷ്യനെ അടിസ്ഥാനപരമായി അവർക്ക് ആവശ്യമുള്ള വിഭവങ്ങൾ ഞങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്ത് ആർജിച്ചു കൊള്ളാൻ ആണ് അള്ളാഹു ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് എന്ന് ഇവർ പറയും. മതത്തില് ദീനിയായി ഭയങ്കര ജ്ഞാനമുള്ള പണ്ഡിതന്മാരാണെന്ന് അവകാശപ്പെടുന്ന ആളുകൾ അവരുടെ തന്നെ അടിസ്ഥാനപരമായ അവരുടെ ആവശ്യങ്ങൾക്കുള്ള വിഭവങ്ങൾ, വസ്തുക്കൾ അള്ളാഹുവിനോട് ദുആ ചെയ്ത് ആർജിച്ചു കൊള്ളാനാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് ഇവരാരെങ്കിലും പറയും. എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അള്ളാഹിനോട് ചോദിക്കാനാ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ ഒരു സഹായം ഞങ്ങൾക്ക് വേണ്ട നീ പുരോഹിതന്മാർ പറയോ? പറയില്ല. ധനികർ അവരുടെ കയ്യിലുള്ള ധനം തന്റെ ഭാര്യക്കും മക്കൾക്കുമായി സൂക്ഷിച്ചു കൊള്ളട്ടെ എന്നും ഈ പാവപ്പെട്ടവർക്കും ദരിദ്രർക്കും ആവശ്യമുള്ള വിഭവങ്ങളും വസ്തുക്കളും എന്നോട് നേരിട്ട് ചോദിച്ചു കൊള്ളട്ടെ എന്നുമാണോ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്? പണക്കാരോടൊക്കെ പറയാം, നിങ്ങളുടെ കയ്യിലുള്ള വിഭവങ്ങളും വസ്തുക്കളൊക്കെ നിങ്ങളെ മാതാപിതാക്കൾക്ക്, ഭാര്യക്ക്, കുട്ടികൾക്ക് മാത്രം കൊടുത്ത് നിങ്ങൾ കഴിഞ്ഞോളി. സമൂഹത്തിലെ സാധുക്കളെയും അശരണരെയും ദരിദ്രരെയും ഒക്കെ അവര് എന്നോട് കൈ നീട്ടട്ടെ, എന്റെ നേർക്ക് കൈ നീട്ടട്ടെ, അവരെ ഞാൻ സഹായിച്ചോളാന്നാണോ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്? അല്ലല്ലോ. അവരെ സംരക്ഷിച്ച് സഹായിച്ച് തന്റെ കയ്യിലുള്ള വിഭവങ്ങൾ പങ്കുവെച്ച് സാമ്പത്തികമായി അവരെ പൊക്കിക്കൊണ്ടുവരാനുള്ള ബാധ്യത നമ്മളെയല്ലേ ഏൽപ്പിച്ചിട്ടുള്ളത് ഉള്ളവന്? മനുഷ്യർക്ക് ആവശ്യമുള്ളതെല്ലാം അള്ളാഹു തന്നിട്ടുണ്ട് എന്നല്ലേ പറഞ്ഞത്? ആ തന്നത് കൊണ്ട് പരസ്പരം ഇഹ്സാൻ, നന്മ ചെയ്യാനും അതിൽ നീതി പ്രവർത്തിക്കാനുമാണ് ഖുർആൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അല്ലാതെ അള്ളാഹുവിന്റെ ഖജനാവിൽ നിന്ന് ആവശ്യക്കാർക്ക് ആവശ്യമുള്ളത് ആവശ്യമുള്ള സമയത്ത് ഞാൻ അങ്ങനെ എത്തിച്ചു കൊടുത്തോളാം എന്ന് അള്ളാഹു എവിടെയും പറഞ്ഞു. അപ്പപ്പോൾ എത്തിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു. എപ്പോഴാ ആവശ്യം? എന്താ ആവശ്യം? ഇപ്പൊ കാറ് വേണോ? അള്ളാന്റെ ഖജനാവിൽ നിന്ന് എടുത്തിട്ടൊരു കാറ്. ഇപ്പൊ വിമാനം വേണോ? ഖജനാവിൽ നിന്ന് എടുത്തിട്ടൊരു വിമാനം. ഇങ്ങനെ അള്ളാഹു കൊടുക്കണോ? ഇതിന്റെ വിഭവങ്ങൾ, ഇതിന്റെ വസ്തുക്കൾ ഭൂമിയിൽ അവൻ നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി മനുഷ്യന്റെ ജ്ഞാനവും അറിവും പരിശ്രമത്തിലൂടെ അത് നേടിയെടുക്കുക വേണ്ടത്. അങ്ങനെ കൊടുക്കാനാണ് ഇത് അമ്പിയാക്കന്മാർക്കല്ലേ കിട്ടേണ്ടിയിരുന്നു നമ്മളെക്കാൾ കൂടുതൽ. ദൈവത്തോട് പ്രാർത്ഥന കൊണ്ടും പിന്നെ ദൈവസാമീപ്യം കൊണ്ടും ഏറ്റവും അടുത്തവരവരല്ലേ? ദൈവത്തോട് സാമീപ്യം സിദ്ധിച്ചവരവരല്ലേ? ദൈവത്തിന്റെ സമീപസ്ഥർ അവരല്ലേ? അവർക്കല്ലേ നമ്മളെക്കാൾ കൂടുതൽ കിട്ടേണ്ടിയിരുന്നത്? അവർക്കാർക്കും ഈ സുഖസൗകര്യങ്ങൾ കിട്ടിയില്ലല്ലോ. അപ്പൊ മനുഷ്യന്റെ നിരന്തരമായ പഠനവും പരിശ്രമങ്ങളും ഓരോന്ന് ഒന്നിൽ നിന്നൊന്ന് അങ്ങനെ മനുഷ്യൻ നിരന്തരമായി അവൻ എന്താണോ ആവശ്യമുള്ളത് അതൊക്കെ ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. അതവൻ ജ്ഞാനത്തിലൂടെ, അറിവിലൂടെ നേടിയെടുക്കാൻ വേണ്ടത്. അല്ലാതെ പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടുന്ന പറയണം? ഇവർക്ക് തന്നെ ഇല്ലല്ലോ. ഇവരെന്നെ പറയല എന്താണ്? സാധാരണക്കാരോട് അള്ളാഹുവിൽ നിന്ന് എല്ലാം നേരിട്ട് ലഭിച്ചുകൊള്ളും എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ആളുകൾ തന്നെ എന്താ ചെയ്യുന്നത്? അവരുടെ ആവശ്യങ്ങൾക്ക് സാധാരണക്കാരന്റെ നേരെ പിച്ചച്ചട്ടി നീട്ടുകയല്ലേ ചെയ്യുന്നത്? പക്ഷെ ആ പിച്ചച്ചട്ടി സ്വർണത്തിൻ്റെതാണെന്ന് മാത്രം. ആ ഒരു ധാരാളം സ്വർണത്തിന്റെ പിച്ചച്ചട്ടികളാണ് അവർ ഈ പാവപ്പെട്ടവന്റെ നേരെ നീട്ടുന്നത്. പിച്ചച്ചട്ടി സ്വർണത്തിൻ്റെതാന്ന് വെറുതെ പറഞ്ഞതല്ല. സാധാരണ മനുഷ്യന്റെ കഠിനാധ്വാനത്തിന്റെ ഫലം മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു പേടിപ്പിക്കുക. നമ്മുടെ ജീവിതത്തിലെ തന്നെ ചില അനിശ്ചിതത്വങ്ങളെ, ബേജാറുകളെ, വിഷമങ്ങളെ, അനിശ്ചിതത്വങ്ങളെ, ഏതെങ്കിലും ദുരിതങ്ങളെ ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മനുഷ്യന്റെ കഠിനാധ്വാനത്തിന്റെ ഫലങ്ങൾ ഇവരെന്ത് ചെയ്യുന്നു? കവർന്നെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനിവർ ഉപയോഗിക്കുന്ന രണ്ട് വഴികളാണ്. ഒന്ന് മരണം പറഞ്ഞ് പേടിപ്പിക്കുക, പിന്നൊന്ന് മരണാനന്തര ശിക്ഷ പറഞ്ഞ് പേടിപ്പിക്കുക. പിന്നെ നമ്മുടെ തന്നെ ജീവിതത്തിലെ ചിലപ്പോഴൊക്കെ സംഭവിക്കാറുള്ള ചില അനിശ്ചിതത്വങ്ങളുണ്ട്, ബേജാറുകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. ഇതെന്നൊക്കെ പരിഹാരം കിട്ടണമെങ്കിൽ നിങ്ങൾ ദ്വയർന്നോളിന്ന് പറഞ്ഞിട്ട് നമ്മുടെ കഠിനാധ്വാനത്തിന്റെ ഫലങ്ങളൊക്കെ അവർ ചൂഷണം ചെയ്ത് കൊണ്ടുപോവുക.
എന്താ ഇവർക്ക് നേരിട്ട് അള്ളാഹിനോട് ചോദിച്ചിട്ട് വാങ്ങിയാല്? അതവർ ചെയ്യില്ല. അപ്പൊ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടില്ല എന്ന് പുരോഹിതന്മാർക്ക് തന്നെ അറിയാന്നാ ഞാൻ പറയുന്നത്. അറിയോങ്കിൽ അവരല്ലേ നേരെ മറിച്ച് ഈ സമൂഹത്തിനെ വ്യാമോഹിപ്പിച്ച് നിർത്തുക, ഈ സമൂഹത്തിനെ പൂതിപ്പെടുത്തി നിർത്തുക. നിങ്ങൾക്ക് അവിടെ ഹൂറുലീങ്ങളെ കിട്ടും, അവിടെ കള്ളിന്റെ പുഴയുണ്ട്, തേനിന്റെ പുഴയുണ്ട്, പാലിന്റെ പുഴയുണ്ട്. ഇങ്ങനെ വ്യാമോഹിപ്പിച്ച് നിർത്തിയിട്ട് അത് പറഞ്ഞ് പേടിപ്പിച്ച് പരലോകത്തിലെ മുടി കൊണ്ട് ഇട്ട പാലത്തിന്റെ ഈ നരകത്തിന്റെയും ഒക്കെ ഭയാനതകൾ പറഞ്ഞ് ഈ സമൂഹത്തിനെ പേടിപ്പിച്ച് ഇവരുടെ കഠിനാധ്വാനത്തിന്റെ ഫലം മുഴുവൻ സാധുക്കൾക്കോ ദരിദ്രർക്കോ പാവപ്പെട്ടവർക്കോ കിട്ടേണ്ട ഈ അവകാശങ്ങളെ മുഴുവൻ ഇവർ കവർന്നെടുത്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട്? ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് അവകാശപ്പെടുന്ന ഇവർ അള്ളാഹുവിൽ നിന്ന് ഇവർക്ക് ആവശ്യമുള്ളത് ചോദിച്ചു വാങ്ങുന്നില്ല. അവരത് ചെയ്യില്ല, അവരൊരിക്കലും അത് ചെയ്യില്ല. കാരണം അവർക്കറിയാം അള്ളാഹു മനുഷ്യർക്ക് ആവശ്യമുള്ള വിഭവങ്ങൾ നേരിട്ട് കൊടുക്കുകയല്ല, മനുഷ്യർ പരസ്പരം പങ്കുവെക്കുകയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അവർക്കറിയാം. അവർ ചോദിച്ചു വാങ്ങൂല അള്ളാഹുവിനെ. അവർക്ക് ഈ സത്യം അറിയാം. അള്ളാഹുവിന്റെ പേര് പറഞ്ഞ് കാശ് പിരിക്കാൻ മുമ്പൊക്കെ ഇവർ വന്നിരുന്നത് കാൽനടയായിട്ടാ, വർഷങ്ങൾക്ക് മുമ്പ്. പിന്നെ അവര് മോട്ടോർ സൈക്കിളിൽ കയറി വന്നു, അതും കഴിഞ്ഞ് കാറിലായി, കുറച്ചുകൂടി കഴിഞ്ഞപ്പോ ആഡംബര കാറുകളിലായി ഇവരുടെ വരവ്. അതും കഴിഞ്ഞ് ഇപ്പൊ അവര് വിമാനങ്ങളിലായി, പ്രത്യേകമായ ചാർട്ടേഡ് വിമാനങ്ങളിലായി ഇപ്പൊ സഞ്ചരിച്ച് പരലോകത്തിന്റെ പേര് പറഞ്ഞ് സമൂഹത്തിനെ പേടിപ്പിച്ച് ഈ പാവപ്പെട്ട പാമര ജനങ്ങളെ പിഴിയാണ് ചെയ്യുന്നത്, പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാ ഇവർക്ക് വേണ്ട കാര്യങ്ങളൊന്നും അള്ളാഹിനോട് ചോദിച്ചു വാങ്ങാത്തത്? എന്താ ഈ സമൂഹത്തിൽ അവർ അധ്വാനിക്കാൻ തയ്യാറാകാത്തത്? പ്രവാചകന്മാർ ആടിനെ മേയിച്ചിരുന്നു എന്ന് ഇവർ പറയും, പ്രവാചകന്മാർ വരെ കച്ചവടം ചെയ്തിരുന്നു എന്ന് പറയും. പക്ഷെ ഇവര് ചെയ്യില്ല. ഇവർ ഈ സമൂഹത്തിന് പുരോഹിതന്മാരായിട്ട് നിൽക്കുകയാണ്. അതാ ഞാൻ പറഞ്ഞ, ഇപ്പോ ഇവരുടെ ഭിക്ഷാടന രീതി അതാ ഇവര് നീട്ടുന്ന ചട്ടി പിച്ചച്ചട്ടിയാണ്, അല്ല സ്വർണത്തിൻ്റെതാണെന്ന് പറയുന്നത്. വിദേശത്ത് പാവങ്ങൾ പോയി അധ്വാനിക്കുമ്പോൾ ഇവര് റൂമിൽ വന്ന് 4 ദിവസം നിന്നാലുണ്ടാകുന്ന നഷ്ടം ആലോചിക്കുമ്പോൾ വേഗം ചില്ലറ കൊടുത്ത് വിടുകയാണ്. ഇവിടുത്തെ പുരോഹിതന്മാർ ചെല്ലുമ്പോൾ പാവങ്ങള് വേഗമല്ല ചില്ലറ എന്താ കൊടുത്തു വിടുക. മറിച്ച് 4 ദിവസം 5 ദിവസം അവർ റൂമിൽ തങ്ങിയ അവർക്കുണ്ടാകുന്ന സാമ്പത്തികമായ പ്രയാസം ഇതിനേക്കാൾ വലിയതായിരിക്കും. അപ്പൊ എന്തെങ്കിലും കയ്യിലുള്ളത് വിഹിതം കൊടുത്ത് വിട്ട് പോകുകയാണെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പല നമ്മുടെ സഹോദരങ്ങളും ഇവരെ ഒഴിവാക്കുന്നത്. അപ്പൊ ചുരുക്കത്തിൽ ഈ പുരോഹിതന്മാരുടെ ഭിക്ഷാടനം അവസാനിക്കുന്നേയില്ല, അവസാനിക്കൂല്ല. കൊടുക്കും തോറും സമ്പന്നരാകും തോറും ആർത്തി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഇവർക്ക്. ഇപ്പൊ നമ്മളെ ഏതെങ്കിലും സംഘടനയിലെ ഏതെങ്കിലും ഒരു പുരോഹിതന് ഒരു 200 കോടി കൊണ്ടേ കൊടുത്തിട്ട്, അല്ലെങ്കിൽ 1000 കോടി കൊണ്ടേ കൊടുത്തിട്ട്, ഉസ്താദെ ഇനി ഇതുകൊണ്ട് നിങ്ങൾ ദീനി പ്രവർത്തനം നടക്കണം, ഇനി ഭിക്ഷക്ക് നടക്കരുതെന്ന് പറഞ്ഞാൽ ഇവര് ഒതുങ്ങിയിരിക്കുമോ? പിറ്റേ ദിവസം വീണ്ടും ഇറങ്ങും വരും, നിർത്തൂല. അത്രമാത്രം ഈ സമൂഹത്തിന്റെ അധ്വാന ഫലത്തെ ചൂഷണം ചെയ്യുന്നവരാണ് ഇവർ. അല്ലെങ്കിൽ എനിക്കിപ്പോ 10-70 വയസ്സായി, ഇനിയിപ്പോ ഞാൻ ഇതൊന്നും എനിക്ക് ഈ സമ്പത്തും കാര്യങ്ങളൊന്നും ഇനി നോക്കി നടത്താൻ ദീന് നടത്താനൊന്നും വയ്യ. ഇനി ഞാൻ നിസ്കാരം ദുആയും ദിക്റും തസ്ബീഹും ഒക്കെ തക്ബീറൊക്കെ ആയിട്ട് ഇങ്ങനെ ഞാൻ ഈ വീട്ടിൽ പോയി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ പോയി ഇരിക്കുകയാണ്, ഈ സമ്പത്തൊക്കെ മക്കളെ നിങ്ങൾ നോക്കി നടത്തിക്കോളിയും എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഏൽപ്പിച്ചു കൊടുക്കൂ? അവിടെ അധികാര സ്ഥാനങ്ങളിൽ നിന്ന് ഇത് കൈയിട്ട് വാരാനുള്ള പരിശ്രമങ്ങളാണ്. അതിന്റെ ഫലമായിട്ടാണ് ഈ സംഘടനകൾ ഓരോന്നോരോന്ന് പിരിഞ്ഞ് 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 വേറിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആശയപരമായ തർക്കങ്ങളൊന്നുമല്ല ഇവിടെ, ആമാശയത്തിന്റെ തർക്കങ്ങളാണ് നടക്കുന്നത്. അപ്പോ ഞാൻ സൂചിപ്പിച്ചത് എന്റെ സഹോദരങ്ങളെ, പ്രാർത്ഥനയ്ക്ക് എന്തുത്തരം കിട്ടുന്ന പറയുന്നത്? എന്തുത്തരാണ് പ്രാർത്ഥനയ്ക്ക് കിട്ടുന്ന ഇവർ പറയുന്നത്? പ്രാർത്ഥനക്കല്ല, പ്രവർത്തനത്തിനാണ് ഉത്തരം കിട്ടുക എന്നുള്ളത് ഈ സമൂഹം മനസ്സിലാക്കിയേ മതിയാവും.
ദുരിതങ്ങൾ, അത് വന്നത്, ഇത് വന്നത്, മറ്റത് വന്നത് മാറണമെങ്കിൽ ഖബറിലെ ഇടി, ഇതൊക്കെ പറഞ്ഞ് മിരട്ടുക, പേടിപ്പിക്കുക. പേടിപ്പിച്ചിട്ട് എന്താന്ന് വെച്ചാൽ അവരേക്കൊന്ന് വാങ്ങിയിട്ട് പോവുക, ദീൻ നടത്തുക എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ആർത്തി കൂടൂല. ജനങ്ങൾക്ക് ഇതിന് പകരം എന്താ? ഈ ജനങ്ങൾ ഈ കൊടുക്കുന്ന സമ്പത്തിന് പകരം എന്താ ജനങ്ങൾക്ക് കൊടുക്കുന്നത്? ആത്മീയമായ പ്രാർത്ഥനകളുടെ സ്വൈരക്കേടുകളല്ലാതെ ഒന്നും കൊടുക്കണില്ല. ഏത് മതസംഘടനയാളും ഏത് മതവിഭാഗമാണെങ്കിലും സമൂഹത്തിന് സ്വൈരക്കേടുകളാ കൊടുക്കുന്നത്. സമൂഹത്തിന് സ്വൈരക്കേടുകളാണ്. ഇപ്പൊ 40 ദിവസമാണ് റബീഉൽ അവ്വൽ വന്നാൽ 40 ദിവസമാണ് പിന്നെ പള്ളിയിൽ നിന്ന്. അത് കുട്ടികൾക്ക് വളരെ പ്രധാനപ്പെട്ട പരീക്ഷ എഴുതേണ്ട സമയമാണെന്നൊന്നും പ്രശ്നമല്ല. മണിക്കൂറുകളോളം ഈ ചെവിയിലേക്ക് ഇത് വെച്ചിട്ട് ഇങ്ങനെ കേൾപ്പിക്കുകയാണ്. അത് ശബ്ദം പുറത്തേക്ക് വരാതെ ആ പള്ളിയിൽ ഒതുങ്ങുന്ന രൂപത്തിലെങ്കിലും ചെയ്യാനും. ഇതിന് നിർബന്ധമായിട്ടും ചെയ്യും വേണം. എല്ലാ കുട്ടികളടക്കം എല്ലാവരും ചെയ്യണം. അവരുടെ ജീവിതത്തിൽ വഴി തിരിഞ്ഞു പോകുന്ന വളരെ മുഖ്യമായ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ട സമയമാണ് എന്നൊന്നും അവരുടെ പ്രശ്നമല്ല. റോട്ടിലിറങ്ങി ഈ ദിക്റുകളും അതുപോലെ തന്നെ ഇതിന്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി തെരുവിലിറങ്ങുകയാണ്. മണിക്കൂറുകളോളം റോഡ് ബ്ലോക്ക് ആക്കുകയാണ്. ഒരു മതസംഘടന, ഒരു മതവിഭാഗങ്ങൾക്കും ഇതിലൊന്നും പ്രശ്നമല്ല. ഈ സമൂഹത്തിന് ദുരിതവും, ഒരു മതം കൊണ്ട്, ഒരു ദീന് കൊണ്ട് സമൂഹത്തിന് ഗുണമാണ് കിട്ടേണ്ടത്. പക്ഷേ ഇന്നത്തെ ദീന് ഈ ആചാരാനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളുടെ സ്വൈരക്കേടുകളും ദിക്റുകളുടെയും മറ്റും സ്വൈരക്കേടുകളും ഈ സമൂഹത്തിന് ദോഷം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിവര് തിരിച്ചറിയുന്നില്ല. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഈ സാധുക്കൾക്ക് കഴിയുന്നില്ല. രാഷ്ട്രീയക്കാരൊരു ഭാഗത്തുണ്ട്, അത് പോട്ടെ. പക്ഷേ രാഷ്ട്രീയക്കാരെക്കാൾ സമൂഹത്തിന് ഗുണകരമായി, മനുഷ്യന് ഗുണകരമായി ചിന്തിക്കേണ്ടവർ, അവർക്ക് ഗുണം വരട്ടെ എന്ന് ആഗ്രഹിക്കേണ്ടവർ, അവർക്ക് ഒരു ദോഷവും ഞങ്ങളെ കൊണ്ടുണ്ടാകരുത് എന്ന് ആഗ്രഹിക്കേണ്ടവർ സത്യത്തിൽ ദീനിന്റെ ആളുകളല്ലേ, മതത്തിന്റെ ആളുകളല്ലേ? സത്യത്തിൽ അവരാണ് ആകേണ്ടിയിരുന്നത്. പക്ഷേ അതായി സ്വൈരക്കേടുകൾ മാത്രമാണ് ഈ സമൂഹത്തിന് കൊടുക്കുന്നത്. മാത്രല്ല, ചില സന്മനസ്സുള്ള ധനികരുണ്ട്. നല്ല സന്മനസ്സുള്ള ധനികരെ എനിക്കറിയാം ഒരുപാട്. അവരെന്താ സാധുക്കളെ സഹായിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന്. പക്ഷെ ഈ സഹായിക്കാൻ അവർ തയ്യാറാകുന്ന ഈ സമ്പത്ത് പോലും ഇവര് വാങ്ങിയിട്ട് പോവുകയാണ്. എന്നാ ഇവരാർക്കെങ്കിലും കൊടുക്കോ? ഇതിന്ന് എങ്ങനെ ഇവരെന്നെ വാങ്ങി നിൽക്കോ? ഏതെങ്കിലും സാധുക്കളായ ആളുകളെ ഒരനാഥ യത്തീംഖാന നടത്തും. അതെന്നെ എന്തിനാന്ന് പറഞ്ഞാൽ അതിന്റെ പേര് മറവില് കാശ് വേറുണ്ടാക്കാനാ. പിന്നെ ഈ സമൂഹത്തിന് ഞാൻ പറയല്ലോ, കിട്ടണത് എന്താണ്? കൊല്ലത്തിൽ ഒരു മുദ്ദോ ഒരു സാഹോ അരിയാണ്. ഇപ്പോഴും മുദ്ദ് സാഹ എന്നാ പറയുന്നത് പള്ളിക്ക്, ഞാൻ കേട്ടിട്ടുണ്ട്. ഇതെന്താണ് ഈ സമൂഹത്തിലെ പാവപ്പെട്ടവർക്ക് കിട്ടുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളിതിപ്പോ ചില വർഷങ്ങളായിട്ട് നമ്മളിത് പറയാൻ തുടങ്ങിയപ്പോൾ ചിലയിടത്തൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് മാറ്റം, എന്തായാലും മാറ്റമുണ്ട്. ഇനിയിപ്പോ നമ്മൾ പറഞ്ഞിട്ട് മാറ്റം ഉണ്ടായിരുന്നൊന്നും ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കണ്ട. പക്ഷെ ചില സ്ഥലങ്ങളിലൊക്കെ മാറ്റം ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. അതാ പറയുന്നത്, സമൂഹത്തിന് കിട്ടട്ടെ, പുരോഹിതന്മാർക്കല്ല കൊടുക്കേണ്ടത്, സമൂഹത്തിനാണ് ഇതിന്റെ ഗുണഫലം കിട്ടേണ്ടത്. അപ്പൊ സന്മനസ്സുള്ള പല ധനികരും ഉണ്ട്. അവരെ പോലും ഇവർ മൂലം, ഈ പുരോഹിതന്മാർ മൂലം സാധാരണക്കാർക്ക് ഉപകാരം ചെയ്യാതെ അവരടുത്ത് 1 ലക്ഷം കൊടുക്കാനുണ്ടാവും. അപ്പൊ ഇവർ ചെന്ന ഇത് സാധുക്കൾക്കാണ് പാവം ഉദ്ദേശിച്ചിട്ടുണ്ടാകുക. പക്ഷെ അപ്പോഴാണ് ഇവര് പള്ളിപ്പണിക്ക് വേണമെന്ന് പറഞ്ഞു ചെല്ലുക, സമ്മേളനത്തിന് വേണമെന്ന് പറഞ്ഞു ചെല്ലുക, ദീനീ പ്രവർത്തനത്തിന് വേണമെന്ന് പറഞ്ഞു ചെല്ലുക. അപ്പൊ ആ ധനികൻ, സന്മനസ്സുള്ള ആ ധനികൻ എന്ത് ചെയ്യാണ്? ഈ പൈസ എടുത്തിട്ട് ഇവർക്ക് കൊടുക്കുകയാണ്. അവിടെ അവകാശങ്ങൾ കിട്ടേണ്ട ഒരു വിഭാഗം അവിടെ അത് കിട്ടാതെ പോവുകയാണ് ചെയ്യുന്നത്. ഇത് സമൂഹത്തിലെ ധനികർ തിരിച്ചറിയണമെന്നാണ് എനിക്ക് ഈ ക്ലാസ് ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ സമൂഹത്തിലെ ധനികർ ഇത് തിരിച്ചറിയണം. നിങ്ങൾ അവകാശപ്പെട്ട ആളുകൾക്ക് കൊടുക്കുക, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക, അത് കഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കുക. ഓപ്പറേഷൻ ചെയ്താൽ ജീവൻ രക്ഷപ്പെടുന്നുണ്ട്, പക്ഷെ നിങ്ങളടുത്ത് 1 ലക്ഷം ഉണ്ട് അല്ലെങ്കിൽ 2 ലക്ഷം ഉണ്ട്, ഉടനെ വരുന്നത് പള്ളിക്കാണ്. പള്ളി ഇപ്പോൾ ഇവിടെ അത്യാവശ്യമൊന്നുമില്ല, അവന്റെ ജീവിതം രക്ഷിക്കാനുള്ള സഹായം ചെയ്യും. എന്റെ ഈ ക്ലാസ് കേൾക്കുന്ന സന്മനസ്സുള്ള, സാമ്പത്തികമായി കഴിവുള്ള എന്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് അതാണ്. ഖുർആൻ പറയുന്നതും അതാണ്. കസീറം മിനൽ അഹ്ബാരി വർ റുഹ്ബാനാണ്, പുരോഹിതന്മാരും പാതിരിമാരുമാണ് സമൂഹത്തിന്റെ സമ്പത്ത് അന്യായമായി തിന്നുന്നത് എന്നാ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളത്. അവരാ തിന്നാന്നാ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ അല്പം വിഷയത്തിൽ നിന്ന്
വഴുതി തെറ്റിപ്പോയി. അപ്പൊ ജനങ്ങളോട് അവർക്ക് ആവശ്യമുള്ളതിന് ദിക്ർ ഹൽക്കകളിൽ പങ്കെടുത്ത് ദുആ ചെയ്ത് നേടിക്കൊള്ളാൻ പറയുകയും ഇവരുടെ ഒടുങ്ങാത്ത പുരോഹിതന്മാരുടെ ഒടുങ്ങാത്ത ആവശ്യങ്ങൾക്ക് അള്ളാഹുവിന് നേരെ കൈ ഉയർത്തി ചോദിച്ചു വാങ്ങുന്നതിന് പകരം ജനങ്ങളുടെ നേരെ കൈ നീട്ടുകയും അവരുടെ സമ്പാദ്യങ്ങൾ ആ സമ്പന്നർ സമ്പാദിക്കുന്നത് ഹറാമോ ഹലാലോ എന്നുപോലും പരിശോധിക്കാതെ വാങ്ങി തിന്നുകയും ഭുജിക്കുകയും ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഖുർആൻ പ്രവർത്തനത്തിനാണ് പ്രതിഫലം പറയുന്നത്. ഖുർആൻ നിരവധി സ്ഥലങ്ങളിൽ പ്രവർത്തനത്തിനാണ് പ്രതിഫലം പറയുന്നത്, പ്രാർത്ഥനക്കല്ല പ്രതിഫലം പറയുന്നത് എന്നത്. അതാണ് ആ തിരിച്ചറിവ്, അതാണ് വേണ്ടത്. ഇവരതാ പറയണേ, ഇപ്പൊ നമ്മുടെ നിത്യജീവിതത്തിൽ ഒന്നും കിട്ടൂല. ഈ മതപരമായ ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്നത് കൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഒന്നും കിട്ടൂല. നിങ്ങൾക്ക് കിട്ടാനുണ്ട് വരാനും അവിടെ. അത് മാത്രം കൊണ്ട് മതിയാകില്ല എന്ന ഖുർആനിന്റെ കാഴ്ചപ്പാട്. ഖുർആന്റെ കാഴ്ചപ്പാട് എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ അധ്വാനിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുക, അതിന്റെ പ്രതിഫലം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലം കിട്ടും. അതാണ് ഖുർആൻ ദീന് പറയുന്നത്. അതാണ് അധ്വാനിക്കുന്നതിന് പ്രതിഫലവും പിന്നെ പ്രതീക്ഷയുമാണ് ദീനിന് പറയാനുള്ളത്. പക്ഷേ ഇവർ പറയുന്ന മതത്തിന് വ്യാമോഹങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പൊ കിട്ടുന്ന ഒരു പ്രതിഫലവും ഇപ്പൊ കിട്ടുന്ന അവർ പറയുന്നില്ല. കിട്ടിയതായിട്ടൊരു വസ്തുവും അവർക്ക് ചൂണ്ടിക്കാണിക്കാനോട്ട് കഴിയുന്നില്ല. ഇന്ന ഒരു വസ്തു ദ്വയർന്നിട്ട് കിട്ടിയതാണ്, ഈ പേന, ഇതിന്റെ ഈ പോക്കറ്റിലുള്ള ഈ പേന എനിക്ക് ദ്വയർന്നിട്ട് കിട്ടിയതാണ് എന്ന് പറയാൻ പറ്റുന്ന ഒരു വസ്തുവില്ല. ഈ പേന അങ്ങനെ വന്നതിന്റെ പിന്നിൽ നിരവധി അധ്വാനങ്ങളാണ്. ആ അധ്വാനത്തിന്റെ ഫലമാണ് ഈ പേന ഈ രൂപത്തിൽ രൂപം പ്രാപിച്ചു വന്നത്. അങ്ങനെയാണ് എൻ്റെ പോക്കറ്റിലേക്ക് ആ ഫാക്ടറിയിൽ നിന്ന് ഒരു വാഹനങ്ങളിലും മറ്റതുമായിട്ട് അതിന്റെ പ്രധാന ഗോഡൌണുകളിലേക്ക് എത്തിച്ചു. അവിടെ നിന്ന് മറ്റു പല വാഹനങ്ങളിലും പല കച്ചവടക്കാരുമായിട്ട് നമ്മുടെ തൊട്ടുള്ള കടകളിലേക്ക് എത്തി. അവിടെ പോയി ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയപ്പോഴാണ് ഈ പേന എൻ്റെ പോക്കറ്റിലെത്തിയത്. അല്ലാതെ യാദൃച്ഛികമായി പ്രാർത്ഥിച്ചപ്പോൾ മുകളിൽ നിന്ന് ഏതോ ഒരു വസ്തു വന്ന് എൻ്റെ പോക്കറ്റിൽ വന്ന് വീണതല്ല. അപ്പൊ ഖുർആൻ പറയുന്നത് അധ്വാനിക്കാനും പരിശ്രമിക്കാനും അതിന്റെ പ്രതിഫലം നേടാനുമാണ്, അതിന്റെ റിസൾട്ട് അനുഭവിക്കാനുമാണ്. അത് ആസൂത്രണവും സൂക്ഷ്മതയും കുറവാണെങ്കിൽ അതിന്റെ റിസൾട്ട് മോശവുമായിരിക്കും. രണ്ടായാലും റിസൾട്ട് ഉണ്ടാവും എന്ന് ഞാൻ പറയാറുണ്ട്. റിസൾട്ട് ഉണ്ടാവും. പക്ഷെ ഇവരതല്ല പറയുന്നത്. കിട്ടും നിങ്ങൾക്ക്, ഇവിടുന്നൊന്നും കിട്ടൂല. അങ്ങനത്തെ ആചാരാനുഷ്ഠാനങ്ങളെ കുറിച്ചുമാണ് ഈ പുരോഹിതന്മാർക്ക് പറയാനുള്ളത്. അപ്പോ സമയം നിശ്ചയിച്ച് പറഞ്ഞിട്ടുള്ള വചനങ്ങൾ ഇനി 2 അധ്യായത്തിൽ കൂടി വിശദീകരിക്കാനുണ്ട്. ആ വിശദീകരണത്തിലേക്ക് ഇനി പ്രവേശിച്ചാൽ സമയം തികയില്ല എന്നുള്ളത് എനിക്കറിയാം. കാരണം ഇന്നിപ്പോൾ നമ്മൾ രാവിലെ മുതൽ ഈ വിഷയം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു പുതിയ വിഷയം പറഞ്ഞ് സൂറത്ത് സലാത്തുൽ ഫജറും സലാത്തുൽ ഇശാവും പിന്നെ സൂറത്ത് നിസായിലെയും വിശദീകരിക്കാൻ മറ്റൊരു ദിവസം നമുക്ക് തിരഞ്ഞെടുക്കാം. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഖുർആൻ പഠിക്കാൻ ശ്രമിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. അങ്ങനെ പഠിച്ചു മനസ്സിലാക്കിയതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. തൻ്റെ സഹജീവികൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തു കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക. നമ്മുടെ പൂർവികരായ ആളുകൾ ചെയ്ത അധ്വാനത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും ഫലങ്ങളാണ് ഇത്രയെങ്കിലും നമ്മൾ അനുഭവിക്കുന്നത്. അവരിതിനേക്കാൾ പരിശ്രമിച്ചിരുന്നുവെങ്കിൽ, അവരിതിനേക്കാൾ അധ്വാനിച്ചിരുന്നുവെങ്കിൽ സമൂഹം നേടിയ വിജ്ഞാനങ്ങളെ കാത്തു സംരക്ഷിക്കാനും ലോകത്തിന് ഒരു പ്രഭാതത്തിനു വേണ്ടി അവർ ഇതിനേക്കാൾ അധ്വാനിച്ചിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ നല്ല ഫലങ്ങൾ നമുക്ക് കിട്ടുമായിരുന്നു. അതുകൊണ്ട് അവർ നേടിത്തന്ന വിജ്ഞാനങ്ങളെയും അറിവുകളെയും പ്രഭാതങ്ങളെയും പുലരിയെയും ഒക്കെ കാത്തു സംരക്ഷിക്കുന്നതോടൊപ്പം നമുക്ക് അതിനുവേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുകയും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി ആവശ്യപ്പെടുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.